ഹലോ മക്കൾസ്, അങ്ങനെ നമ്മുടെ ക്രിസ്മസ് എക്സാം എത്തിയിരിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മുടെ എക്കണോമിക്സിൻ്റെ ആ ഒരു എക്സാം ഏറ്റവും സിംപ്ലസ്റ്റായി എങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടോ അതുപോലെ തന്നെ ഇത്തവണ നമ്മുടെ +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ നമ്മുടെ ആ എക്കണോമിക്സിനെ ഫുൾ അങ്ങോട്ട് അരച്ച് കലക്കി അങ്ങോട്ട് തരാനായിട്ട് പോവാണ്. അപ്പോൾ 80 മാർക്കിൽ 80 മാർക്കും കിട്ടിയ മക്കളെ നിങ്ങൾക്ക് പുളിക്കുമോ? ഇല്ലല്ല. അപ്പോൾ അതേ ഫുൾ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ലാസ് അങ്ങോട്ട് ഫുൾ അങ്ങോട്ട് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും കൂടെ കൊടുത്തേക്ക് കേട്ടോ, ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തേക്ക്. എല്ലാവരോടും പഠിക്കട്ടെ, എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് എടുക്കാം. ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ 7 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഈ ഒരു എക്സാമിനുള്ളത്. സോ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. സോ അതിലെ മെയിൻ കീ ഏരിയാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ട്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആ ഒരു ലോ ലെവൽ, അതായത് നമ്മുടെ ബ്രിട്ടീഷുകാരെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ആ ഒരു പീരീഡിൽ ഇന്ത്യൻ എക്കോണമി ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരുന്നുള്ളൂ പറയുന്നുണ്ട്. അതിനുശേഷം ആ സമയത്ത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു, സ്റ്റേറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ എങ്ങനെയാണ്, ദെൻ ഫോറിൻ ട്രേഡ്, അതുപോലെ ഡെമോഗ്രാഫിക് കണ്ടീഷൻ, സ്റ്റേറ്റ് ഓഫ് ഓക്യുപ്പേഷൻ സ്ട്രക്ചർ, ഇൻഫ്രാസ്ട്രക്ചർ. സോ ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ നമുക്ക് നോക്കാം. ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആണ് ഫസ്റ്റ് സെഷനിലായിട്ട് പറയുന്നത്. സോ ഇതിനകത്ത് തന്നെ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ മെയിൻ ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കണം മക്കളെ. ഈ ഒരു കാര്യങ്ങൾ ഒന്നൊരു കാണിച്ചു തരാം. ഇത്രയും പോയിന്റ്സ്. ഒന്ന്, അഗ്രികൾച്ചറാണ് നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഇൻ ഇന്ത്യ ഫ്രെയിംഡ് എക്കണോമിക് പോളിസീസ് ടു പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദെയർ ഹോം കൺട്രി ദാൻ ഇന്ത്യൻ എക്കോണമി. അപ്പോൾ അവരുടെ, അതായത് ബ്രിട്ടീഷുകാരുടെ മെയിൻ കമ്പനികളെല്ലാം ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലായിരുന്നു ഇന്ത്യയിൽ ഓരോ പോളിസീസ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ആ ഒരു എക്സാമിൻ്റെ പോയിന്റ് വരേണ്ടതും ഇത് തന്നെയാണ് കേട്ടോ. നെറ്റ് സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് കൺസ്യൂമർ ഓഫ് ഫിനിഷ്ഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഫ്രം ബ്രിട്ടൻ. ഇതാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ അതുപോലെ കുറച്ച് എക്കണോമിസ്റ്റുകളുടെ പേര് കൂടി അറിഞ്ഞിരിക്കുക. ആരൊക്കെയാ? ദാദാഭായ് നവറോജി, വില്യം ദിഗ്ബൈ, ഫിൻലി ഷിറാസ്, VK റാവു ആൻഡ് RC ദേശായി ട്രൈ ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ ബ്രിട്ടീഷുകാരൊന്നും മര്യാദ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യക്കാരനെ മര്യാദ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആ കുറച്ച് എക്കണോമിസ്റ്റുകൾ മുന്നോട്ട് വന്നു. അപ്പോൾ ഈ പേരുകളൊന്നും ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതെന്തായാലും വരുന്നൊരു സെക്ഷൻ തന്നെയാണ്. ദെൻ അടുത്തൊരു കാര്യം എന്താണ്, സ്റ്റേറ്റ് ഓഫ് അഗ്രികൾച്ചർ സെക്ടറിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ് സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ സെക്ടർ. അതിൻ്റെ റീസൺസ്. അപ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ സ്റ്റാഗ്നൻ്റ് ആയിരുന്നു, ഒരു കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത്രയും പോയിന്റ്സ് അങ്ങോട്ട് എഴുതി വെച്ചേക്കുക. ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, റവന്യൂ സെറ്റിൽമെൻറ്റ്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൻഡ് റിസോഴ്സസ്, കൺട്രീസ് പാർട്ടീഷൻ, ലോ പ്രൊഡക്ടിവിറ്റി, ഔട്ട്പുട്ട് പെർ ഹെഡ് ഡിക്ലൈൻഡ്, ഇൻക്രീസ് ഇൻഡെപ്റ്റഡ്നെസ്, ഫാമിൻസ് ആൻഡ് ഫുഡ് ഷോർട്ടേജസ്, ദെൻ പോവർട്ടി. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പോർഷനിൽ വരുന്നത്. അപ്പോൾ മക്കളെ, ലോങ് ആൻസർ ടൈപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു 100% ഷുവർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് മക്കളെ ഈ പറയുന്നത്, റീസൺസ് ഓഫ് സ്റ്റാഗ്നേഷൻസ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ദെൻ അടുത്തൊരു സെക്ഷനാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇൻഡസ്ട്രിയൽ സെക്ടർ പറയുമ്പോഴത്തേക്കും ഒരു 2 കാര്യങ്ങളുണ്ട്. ഡീ ഇൻഡസ്ട്രിയലൈസ് ചെയ്യാനുള്ള 2 മോട്ടീവ്സ് ഉണ്ട്, പ്രൈമറി മോട്ടീവ്സ്. ഒന്നെന്താ, എക്സ്പോർട്ടർ ആക്കി മാറ്റുക, എന്തിൻ്റെ, റോ മെറ്റീരിയൽസിൻ്റെ. അതുപോലെ തന്നെ ബ്രിട്ടനിലെ ഫിനിഷ് പ്രൊഡക്റ്റുകളുടെ ഇമ്പോർട്ടർ ആക്കി മാറ്റുക എന്നുള്ളതും എന്തായിരുന്നു, നമ്മുടെ എക്കോണമിയുടെ ഒരു ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു കോൺസെപ്റ്റ് പറയുന്നതാണ്. ദെൻ ടേൺ ഇന്ത്യ ഇൻറ്റു മാർക്കറ്റ് ഫോർ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഓഫ് ദോസ് ഇൻഡസ്ട്രീസ്. ദെൻ അതിനുശേഷം വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് മക്കളെ, ഹൗ ദ കൊളോണിയൽ റൂൾ അഫക്റ്റ് ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഇൻ ഇന്ത്യ. ഇൻഡസ്ട്രിയൽ സെക്ടറിലെ, ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കൊളോണിയൽ റൂൾ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കൃത്യമായിട്ട് നോക്കി വെച്ചോളാം. ഇതൊക്കെയാണ് മെയിൻ പോയിന്റ്സ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഓർക്കേണ്ടത് എന്താ, ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനെ അത് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആ ഒരു കൺസംഷൻ പാറ്റേൺ അത് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്തു. ദെൻ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th സെഞ്ചുറിയിലൊക്കെ കുറേ ഒരു മോഡേൺ ഇൻഡസ്ട്രീസ് ഒക്കെ ബിഗൈൻ ചെയ്തെങ്കിലും അതിൻ്റെ ഒരു പ്രോഗ്രസ് വളരെയധികം കുറവായിരുന്നു. സോ മെയിൻ പോർഷൻസ് ഇതൊക്കെയാണ് മക്കളെ, വളരെ അടിപൊളിയായിട്ട് നോക്കി വെച്ചോളണം. ഇതും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ദെൻ അടുത്തൊരു സെഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോറിൻ ട്രേഡ് പറയുമ്പോഴത്തേക്കും അതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് ഇത് തന്നെയാണ്. സ്റ്റേറ്റ് ദ കണ്ടീഷൻസ് ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ് ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരീഡ്. നിങ്ങൾ നേരത്തെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കാര്യം പറഞ്ഞു, അഗ്രികൾച്ചർ സെക്ടറിൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയുടെ കാര്യം പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഫോറിൻ ട്രേഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ആദ്യം ഒരു സർപ്ലസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി, ക്രിയേറ്റഡ് എ ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്, ബട്ട് ദിസ് ഡിഡ്ന്റ് പ്രൊവൈഡ് എനി ബെനിഫിറ്റ് ടു ദ ഇന്ത്യൻ എക്കോണമി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള നമ്മൾ ആ ഒരു സെക്ഷൻസ് ഓരോ സെക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ ട്രേഡിൽ ഒരു കാര്യമായിട്ടുള്ള സർപ്ലസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. പക്ഷേ അത് ഇന്ത്യയിലുള്ള എല്ലാ സിറ്റിസൻസിനെയും അത് ഒരു പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നതിലൊന്നും വന്നിട്ടില്ല. ഇതാണ് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു പോയിന്റും ഇത് തന്നെയാണെന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ദെൻ അടുത്തൊരു സെഷൻ എന്ന് പറയുന്നത് നോക്കാം മക്കളെ,
ഏതായിരിക്കും? ഫോറിൻ ട്രേഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നൊരു സെഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഡെമോഗ്രാഫിക് കണ്ടീഷൻസ് ആണ്. ഡെമോഗ്രാഫിക് കണ്ടീഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് അത് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ദ ഓവറോൾ ലിറ്ററസി റേറ്റ് 16%, ദെൻ അതുപോലെ തന്നെ അതിനകത്ത് തന്നെ ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് 7% ആണ്. ഇതൊക്കെ ഫാക്റ്റുകളാണ് മക്കളെ. സോ 1 മാർക്കിൻ്റെ എന്തായാലും കിട്ടുന്ന ഒരു സെക്ഷൻ നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ആർ നോട്ട് അവൈലബിൾ ടു ലാർജ് ഏരിയാസ് ഓഫ് ദ പോപ്പുലേഷൻ. സോ ഇതെല്ലാം തന്നെ നോക്കി വെച്ചേക്കാം കേട്ടോ. ദെൻ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡെമോഗ്രാഫിക് കണ്ടീഷൻസ് കഴിഞ്ഞിട്ട് ഒക്യുപ്പേഷണൽ സ്ട്രക്ചറാണ്. ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ പറയുമ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങളുടെ മൈൻഡിലുണ്ടായാൽ മതി. എവിടെയാ പിക്ചർ? ഇത് പിടിച്ചോ, ഇതാണ് ആ സംഭവം. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടർ, മാനുഫാക്ചറിങ്, സർവീസ് സെക്ടർ, 3 ഏരിയ നോക്കുക, 3 സെക്ടേഴ്സ് നോക്കുക. ഇതിൽ ഓരോ ഏരിയയിലും എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയണേ. സോ ഈ 70% നമ്മുടെ അഗ്രികൾച്ചറാണ്. അപ്പോൾ 70 മുതൽ 75% വരെ ആൾക്കാർ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണ്. ദെൻ മാനുഫാക്ചറിങ് സെക്ടറിൽ നമ്മുടെ 10% ആൾക്കാരാണ്. സർവീസ് സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും 15-20% ആൾക്കാരും അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒക്യുപ്പേഷൻ സ്ട്രക്ചറിൻ്റെ മെയിൻ കോൺസെപ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ അടുത്ത സെഷൻ പറയുന്നത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് മക്കളെ. സോ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഓൺ ഇന്ത്യൻ എക്കോണമി വാസ് ഓൺ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. സബ്സ്റ്റാൻഷിയേറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ 2 സ്റ്റാറൊക്കെ വേണമെങ്കിൽ ഇട്ട് തരാം. എന്തായാലും പഠിച്ച ഉറപ്പുള്ളതാണ്. ഒരു 100% അടുത്തൊരു സെഷൻ ഞാൻ ഇപ്പോൾ പറയുകയാണ് മക്കളെ, അഷ്വർ ചെയ്ത് വരുന്നതാണ്. എന്തായാലും പഠിച്ചോളാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങളുണ്ട്. റെയിൽവേസ് 1850 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ പോസ്റ്റൽ സർവീസ് 1837 കാര്യം പറയുന്നുണ്ട്. ദെൻ ടെലഗ്രാഫ് സർവീസ് ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് കാര്യം പറയുന്നുണ്ട്. ടാറ്റ എയർലൈൻസ് എസ്റ്റാബ്ലിഷ് 1932. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. ഈ പോയിന്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അപ്പോൾ ഓരോ പോയിന്റ്സിനും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കുക. ദെൻ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം, ഈ ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്യുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം വേഗം നമുക്ക് നോക്കി പോകാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ ആ ചാറ്റ് ബോക്സിലേക്ക് നേടാൻ ശ്രമിക്കുക കേട്ടോ. വേഗം ആവട്ടെ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് അണ്ടർ ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. അപ്പോൾ ഇതിനകത്ത് ഏതാണ്, അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ഫോറിൻ ട്രേഡിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്തിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ സാധനമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിക്കൊള്ളാം. ദെൻ എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് സ്റ്റാഗ്നേഷൻ ഇൻ ദ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ അണ്ടർ ദി ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. ജൂൺ 2022 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മക്കളെ. ദ കോസസ് ഓഫ് സ്റ്റാഗ്നേഷൻ നമ്മൾ നേരത്തെ പഠിച്ചില്ല, ഒരു 9-10 പോയിന്റുകൾ പഠിച്ചില്ലേ, അതാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ. ദെൻ അടുത്ത സെക്ഷനാണ് മാർച്ച് 23 പറഞ്ഞു 2023 ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെന്റ് ടു പ്രൊമോട്ട് ഇക്വിറ്റി ഇൻ അഗ്രികൾച്ചർ സെക്ടർ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ആ ഒരു അഗ്രികൾച്ചർ സെക്ടറിലെ ഇക്വിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരാനായിട്ട് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ലാൻഡ് റീഫോം ആണ്. അടുത്ത ദിവസം നോക്കിയോ, ഇന്ത്യസ് അഗ്രികൾച്ചർ സെക്ടർ വാസ് സ്റ്റാഗ്നന്റ് ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരീഡ്. ഡു യു എഗ്രി? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. നോക്കിക്കേ, 2024 മാർച്ച് 2024 ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതും എന്താ, ഈ 6 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റിപ്പീറ്റഡ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് പിന്നെ സ്ട്രെസ് ചെയ്ത് പറയുന്ന കാര്യമാണ്, പഠിച്ചു വെച്ചേക്കാം കേട്ടോ. വേറെ ഒന്നും നോക്കണ്ട, ഇത് അങ്ങോട്ട് പഠിച്ചു വെച്ചോ. പോയിന്റ്സ് പഠിക്കുക, ഓരോ പോയിന്റ്സ്. അപ്പോൾ ലോങ് ആൻസർ ടൈപ്പ് ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഓരോ പോയിന്റ്സിനും അറ്റ്ലീസ്റ്റ് ഒരു സെൻറ്റൻസിലെങ്കിലും മിനിമം നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കണം മക്കളെ. അങ്ങനെയാണെങ്കിൽ ഫുൾ മാർക്ക് ഉറപ്പാണ് കേട്ടോ. ദെൻ അടുത്തേക്ക് പോവാം, നമ്മുടെ ചാപ്റ്റർ 2ലേക്ക് നമ്മൾ കിടക്കുകയാണ് മക്കളെ. സോ ഇന്ത്യൻ എക്കോണമി 1950 to 1990 മെയിൻ കീ ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കിയോ. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമിയുടെ ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ സെൻട്രൽ പ്രോബ്ലംസ് പറയുമ്പോൾ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ദെൻ ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ പ്ലാനിംഗ് ഉണ്ട്. ദെൻ ഗോൾസ് ഓഫ് 5 പ്ലാൻസ്, ഇമ്പാക്ട് ഓഫ് ദ 5 പ്ലാൻസ് ഓൺ അഗ്രികൾച്ചർ. അതിനകത്ത് തന്നെ മേജർ ഇനിഷ്യേറ്റീവ്സ് പറയുന്നുണ്ട്. നമ്മുടെ ലാൻഡ് റീഫോംസ്, ലാൻഡ് സീലിങ്ങും അതുപോലെ ഗ്രീൻ റെവല്യൂഷൻ ആയിരിക്കും അതിനകത്ത് വരുന്നത്. ദെൻ ഇമ്പാക്റ്റ് നമ്മുടെ 5 പ്ലാൻസ് ഓൺ ഇൻഡസ്ട്രീസ്. അതുപോലെ തന്നെ അതിൻ്റെ IPR 1956 അതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടതുണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അതിൽ വരുന്നതാണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഫോറിൻ ട്രേഡിനെ ഈ പറയുന്ന 5 പ്ലാൻസ് എങ്ങനെയാണ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സോ അതിനകത്ത് തന്നെ എഫക്ട്സ് ഓഫ് പോളിസീസ് ഓൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വേഗം നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ആണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമിയാണ്. ഇതാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങൾ. 3 ക്വസ്റ്റ്യൻസ് മക്കളെ 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് എന്തായാലും ചോദിക്കുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൗ ടു പ്രൊഡ്യൂസ്. അത് നമുക്ക് 2 രീതിയിലുണ്ട്, ബൈ യൂസിങ് ലേബർ ഇൻറ്റൻസീവ് ഓർ ബൈ യൂസിങ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. ദെൻ മൂന്നാമത്തെയാണ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി ആയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത്. ഷുവറാണ്, അതാണ് സ്റ്റാർ ഇട്ട് വെച്ചേക്കണേ കേട്ടോ. അടുത്ത ദിവസം നോക്കിയോ, ഡിസ്കസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആൻഡ് സോഷ്യലിസ്റ്റ് എക്കോണമി. നമ്മൾ നേരത്തെ
എക്കണോമിക് സിസ്റ്റംസ് പഠിച്ചില്ല മക്കളെ? അതിനകത്ത് 3 സെക്ഷൻസ് ഉണ്ട്, 3 ഉണ്ട്. ഏതൊക്കെ? ക്യാപിറ്റലിസ്റ്റ് ഉണ്ട്, സോഷ്യലിസ്റ്റ് ഉണ്ട്, അതുപോലെ മിക്സ്ഡ് എക്കോണമി ഉണ്ട്. ഇതിനകത്ത് ക്യാപിറ്റലിസ്റ്റും അതുപോലെ സോഷ്യലിസ്റ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 4 മാർക്കിനെ 5 മാർക്കിനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കമ്പാരിസൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് മക്കളെ ഇത്. അപ്പോൾ കൃത്യമായിട്ട് നോക്കുക. ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രൈവറ്റ് ഓണർഷിപ്പിൻ്റെ കാര്യം പറയുന്നതാണ്. സോ അതിനകത്ത് വരുമ്പോഴത്തേക്കും ഒരു ബിസിനസ് പേഴ്സൺ, ഒരു ഇൻഡിവിജ്വൽസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മാർക്കറ്റിന് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബേസ്ഡ് ചെയ്തിട്ടാണ് ഇത് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ സോഷ്യലിസം എന്ന് പറയുന്നത്. സോഷ്യലിസം എന്ന് പറയുന്നത് മക്കളെ ഓർക്കേണ്ടത് ഗവൺമെന്റിന്റെ കൺട്രോളാണ് കേട്ടോ. അവിടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാകും. ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കണം അവിടെ എല്ലാവരും നടപ്പിലാക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ രണ്ടിൻ്റെയും കൂടി മിക്സ് ആണ് പറയുന്നത് നമ്മുടെ മിക്സ്ഡ് എക്കോണമി. ഇന്ത്യ ഒരു മിക്സ്ഡ് എക്കോണമിയാണ്. ഇന്ത്യയിൽ ഗവൺമെന്റും അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ ആ ഒരു ഇൻഫ്ലുവൻസും നമ്മുടെ എക്കോണമിയിൽ അത് വരുന്നുണ്ട്. അപ്പോൾ മിക്സ്ഡ് എക്കോണമി പഠിച്ചു വയ്ക്കുക. മിക്സ്ഡ് എക്കോണമി പഠിക്കുമ്പോൾ വളരെ സിമ്പിളാണ്. ക്യാപിറ്റലിസം സോഷ്യലിസം പഠിച്ചാൽ അതിന്റെ മെയിൻ പോർഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു എക്കോണമിയാണ് നമ്മുടെ മിക്സ്ഡ് എക്കോണമി. അത് അങ്ങനെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, മറക്കാതെ ഇത് പഠിച്ചു വെച്ചേക്കാം. അടുത്താണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങിന്റെ കുറച്ച് മെയിൻ ഫാക്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മക്കളെ. 1950 നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ഇവിടെ വരുന്നത്. അതിനകത്ത് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. 5 പ്ലാൻ മോഡൽ നമ്മൾ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് അത് എന്ത് ചെയ്യുന്നത്, നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 1951 അത് വന്നു. ദെൻ PC Mahalanobis developed the second 5 plan model and PC Mahalanobis is known as the architect of Indian planning. നിങ്ങൾക്ക് 1 മാർക്കിന്റെ MCQ ഇവിടെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. PC Mahalanobis ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്ന് പറയുന്നത് അദ്ദേഹം he established the Indian Statistical Institute in Kolkata and started a journal സംഖ്യ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് ആരായിരിക്കും? റോളിൽ കൊടുത്തിട്ടുണ്ട് ശ്രീ M വിശ്വേശ്വരയ്യ. മാറിപ്പോവരുത്. ഇത് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് ആണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇത് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് ആണ്. ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ PC Mahalanobis, അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്നത് നമ്മുടെ M വിശ്വേശ്വരയ്യ ആണെന്ന് കൂടി ഓർത്തു വെച്ചേക്കാം കേട്ടോ. അടുത്തേക്ക് നമുക്ക് പോകാം മക്കളെ. ഗോൾസ് ഓഫ് 5 പ്ലാൻസ് ആണ്. 4 മാർക്കിൻ്റെ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ അടുത്തൊരു ലോങ് ആൻസർ ടൈപ്പിന് വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഗോൾസ് എന്ന് പറയുന്നത്. 4 ഗോൾസ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി. ഓരോന്നും എന്താണെന്ന് പഠിച്ചോളാം. സോ ഫസ്റ്റ് ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? കഴിഞ്ഞ വർഷത്തേക്കാളും ഈ വർഷം എത്ര ഇംപ്രൂവ്മെന്റ് അവിടെ വന്നിട്ടുണ്ട്, പ്രൊഡക്ഷനിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഗ്രോത്ത് മീൻസ് ദ കൺട്രി ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് മോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാൻ വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് പ്രീവിയസ്ലി. അതുപോലെ മോഡേണൈസേഷൻ പറയുമ്പോഴത്തേക്കും പുതിയ മോഡേൺ ടെക്നിക്സ് ഒക്കെ നമ്മുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതാണ് മോഡേണൈസേഷൻ. അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി വിത്ത് എ വ്യൂ ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ദെൻ സെൽഫ് റിലയൻസ് പറയുമ്പോൾ എന്താ മക്കളെ? സ്വന്തം കാലിൽ നിൽക്കുക. അതായത് ഫോറിൻ കൺട്രീസിൻ്റെ ആ ഒരു ഹെൽപ്പ് ഒന്നും വേണ്ട. നമ്മൾ നേരത്തെ എന്തൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്, സെയിം സാധനം ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് സെൽഫ് റിലയൻസ്. മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ ഒക്കെ പറഞ്ഞിട്ടില്ല മക്കളെ? അതിനകത്ത് ഓർത്ത് വയ്ക്കേണ്ടത്. ഇക്വിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന 3 സംഭവങ്ങളും കൃത്യമായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഇക്വിറ്റിയുടെ കാര്യം പറയുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. 4 പോയിന്റ്സും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി വന്നിരിക്കും. ഷുവർ ആണ്. ഓക്കെ, അടുത്തേക്ക് പോകാം. നീതി ആയോഗ്. ഇത് നിങ്ങൾക്ക് 1 മാർക്കിന്റെ സെഷൻസ് വരുന്ന കാര്യം കുറച്ച് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് മക്കളെ. നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്തായാലും നോക്കി വെച്ചേക്കാട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് ആണ്. അത് വന്നിട്ടുള്ളത് 2015 ജനുവരി 1 ഓർത്ത് വെച്ചേക്കുക. ഫോർ ദ ബെറ്റർ ഫംഗ്ഷനിങ് ഓഫ് മിക്സ്ഡ് എക്കോണമി. അപ്പോൾ നീതി ആയോഗ് വരുന്ന തന്നെ ആക്ച്വലി നമ്മുടെ ഈ പറയുന്ന ആ ഒരു 5 പ്ലാൻസിന് ശേഷം അല്ലെങ്കിൽ അതിന് ഒരു കൗണ്ടറായിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ പറയുന്ന നീതി ആയോഗ്. ഇപ്പോൾ ഇവിടെ അസിസ്റ്റൻസ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവർണൻസ്, ഇറ്റ് ഈസ് ആൻ അഡ്വൈസറി ബോഡി. ചെയർമാൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. ഇപ്പോഴത്തെ ആരാന്ന് വെച്ചാൽ ശ്രീ നരേന്ദ്രമോദി. വൈസ് ചെയർമാൻ ആരാന്ന് വെച്ചാൽ ശ്രീ സുമൻ പെരി. CEO ആയിട്ട് വരുന്ന ശ്രീ BVR സുബ്രഹ്മണ്യമാണ്. ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഫാക്റ്റുകളാണ് മക്കളെ. എന്തായാലും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഷുവറാണ്. 100% ഷുവറായിട്ട് തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു വെക്കോ. ദെൻ അടുത്താണ് ഇമ്പാക്ട് ഓഫ് 5 പ്ലാൻസ് ഓൺ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിനെ എങ്ങനെയാണ് ഇത് ഇമ്പാക്ട് ചെയ്തിട്ടുള്ളത് നോക്കും. 3 കാര്യത്തിനകത്ത് പഠിക്കാനുണ്ട്. ലാൻഡ് റിഫോംസ്, ലാൻഡ് സെയിലിംഗ്, ഗ്രീൻ റെവല്യൂഷൻ. ഈ ലാൻഡ് റിഫോമിൻ്റെ ഉള്ളിൽ തന്നെ പഠിക്കാൻ പറ്റുന്നതാണ് ലാൻഡ് സെയിലിംഗ് കേട്ടോ. അതും കൃത്യമായിട്ട് നോക്കി വെച്ചോളാം. സോ ലാൻഡ് റിഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ? ഇക്വിറ്റി ഇൻ അഗ്രികൾച്ചർ കോൾഡ് ഫോർ ലാൻഡ് റിഫോംസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ലാൻഡ് റിഫോംസ് ഇതിനകത്ത് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ ലാൻഡ് റിഫോംസിൻ്റെ
ആഫ്റ്റർ എഫക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് കൃത്യമായിട്ട് പഠിക്കണം മക്കളെ. അപ്പോൾ ലാൻഡ് റീഫോം എന്നുള്ള പോളിസി ഫാർമേഴ്സിനെ പോസിറ്റീവായിട്ട് കുറേ അഫക്ട് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ദെൻ ലാൻഡ് സീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഒരു കൺട്രോൾ വയ്ക്കുന്നതാണ്. ഇറ്റ് മീൻസ് ഫിക്സിംഗ് ദ മാക്സിമം സൈസ് ഓഫ് ലാൻഡ് വിച്ച് കുഡ് ബി ഓൺഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓൺ ചെയ്യാനായിട്ട് പറ്റുന്ന മാക്സിമം സൈസ് ഓഫ് ലാൻഡിനെയാണ് ഈ പറയുന്ന ലാൻഡ് സീലിംഗോട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഗ്രീൻ റെവല്യൂഷൻ ആണ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1964-65 നമ്മുടെ 5 year പ്ലാൻസിലൂടെ തന്നെ കൊണ്ടുവന്നിട്ടുള്ള അഗ്രികൾച്ചറിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ട്, പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന ഗ്രീൻ റെവല്യൂഷൻ. അത് കൃത്യമായിട്ട് നോക്കി വെച്ചോളാം. അതിൻ്റെ ബേസിക് എലമെൻറ്റ്സ്, അതായത് ഈ പറയുന്ന ഗ്രീൻ റെവല്യൂഷൻ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സും ദെൻ ഡ്രോബാക്സും, ഇതെല്ലാം കൃത്യമായിട്ട് അതിനകത്ത് നോക്കി വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഗ്രീൻ റെവല്യൂഷൻ്റെ കാര്യത്തിൽ അതിന് ഡ്രോബാക്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 2 മാർക്സിനോ 3 മാർക്സിനൊക്കെ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അത് വിട്ടു പോരുന്ന മക്കളെ കൃത്യമായിട്ട് പഠിച്ചോളാം കേട്ടോ. ഇതിന് അടുത്ത സെഷൻ പറയുന്നത് ഏതായിരിക്കും നമുക്ക് നോക്കാം. critically examine the concept of small scale industries in India. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ബേസ് ചെയ്തിട്ടും ഷോർട്ട് ആൻസർ ടൈപ്പിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതാണ്, കാർവേ കമ്മിറ്റി 1955 ആണ് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ പറയേണ്ടത് എന്താ മക്കളെ, അതിനെ എങ്ങനെയാണ് നമ്മളൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ലിമിറ്റ് ഹാസ് ബീൻ റിവൈസ്ഡ് ഓവർ ദ ഇയേഴ്സ്. ഇൻ 1950 ഇറ്റ് വാസ് 5 lakh. അപ്പോൾ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു കമ്പനിയാണ്, ഒരു ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നുണ്ട്. മോർ ലേബർ ഇൻറ്റൻസീവ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സവിശേഷത മക്കളെ. അപ്പോൾ ഒരു 3 മാർക്ക് അല്ലെങ്കിൽ ഒരു 4 മാർക്കിന് നിങ്ങൾക്ക് ഇത് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം കേട്ടോ, ഉറപ്പുള്ളതാണ്. സോ ലേബർ ഇൻറ്റൻസീവ് ആണ്, അതുകൊണ്ട് തന്നെ അത് എന്താ കൂടുതൽ ലേബറിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ആസ് ദീസ് ഇൻഡസ്ട്രീസ് cannot compete with the big industries, the production of a number of products were reserved for the small scale industry. അപ്പോൾ ഇവർക്ക് ഫോറിൻ കൺട്രീസിലെ ഇൻഡസ്ട്രീസുമായിട്ട് കോമ്പറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന പ്രൊഡക്റ്റുകളൊക്കെ, ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് ഇവർ എന്ത് ചെയ്തു, നമ്മുടെ ഗവൺമെൻറ് റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഓർത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ദേ വെർ ഓൾസോ ഗിവൻ ലോവർ എക്സൈസ് ഡ്യൂട്ടി ആൻഡ് ബാങ്ക് ലോൺസ് ആയിട്ട് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്. അവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ, കുറേ ഹെൽപ്ഫുൾ ഫിനാൻഷ്യൽ ഹെൽപ്പൊക്കെ നമ്മുടെ ഗവൺമെൻറ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോളിസിലൂടെയും പ്രോഗ്രാംസിലൂടെയും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജ് കൃത്യമായിട്ട് നോക്കി വെച്ചോളാം. ഇത്രയും പോയിൻറ്റ്സാണ് നമുക്ക് അതിനകത്ത് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ നോക്കാം, ഞാൻ പറയുന്നില്ല, എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ നോക്കിക്കോ. ഇത്രയും പോയിൻറ്റ്സ് ഇതിനകത്ത് ഒരു 5 പോയിൻറ്റ്സ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഫുൾ മാർക്ക് എടുത്ത് കിട്ടിയിരിക്കും, ഉറപ്പുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. ഇത്രയും പോയിൻറ്റ്സ് ഒരു 4 പോയിൻറ്റ്സ് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടും പറയുന്നുണ്ട്, കൃത്യമായിട്ട് നോക്കുക കേട്ടോ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ടായിട്ട് നിങ്ങൾ ചോദിക്കാം. ഷോർട്ട് നോട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ വേറെ ഒന്നും നോക്കണ്ട, എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയാം, അതിനുശേഷം അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് കൊടുക്കുക, സംഭവം സെറ്റാണ് കേട്ടോ. അടുത്തിലേക്ക് നമുക്ക് പോവാം. പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. 2021 സെപ്റ്റംബർ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മക്കളെ. 2 മേജർ പോളിസി റിഫോംസ് വർ ഇംപ്ലിമെന്റഡ് ഇൻ ദി ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫോർ പ്രൊമോട്ടിംഗ് ഇക്വിറ്റി ഇൻ അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂറിംഗ് 1950s. എക്സ്പ്ലെയിൻ ദം. ഇക്വിറ്റി, അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ ഇക്വിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ലാൻഡ് റിഫോംസ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറ്റ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ദ ടില്ലർ, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ് അമംഗ് ദി ലാൻഡ്ലെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷമുള്ളതാണ് ലാൻഡ് സീലിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഒരു മാക്സിമം സൈസ് അവിടെ ഒരു കൺട്രോൾ കൊടുക്കുന്നതാണ്, മാക്സിമം സൈസ് ഓഫ് ലാൻഡ് ഹോൾഡ് ചെയ്യുന്നതിന് ഒരു കൺട്രോൾ കൊടുക്കുന്നതാണ്. ദെൻ നമുക്ക് അടുത്ത സെക്ഷനാണ് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ അതും ഒരു 4 മാർക്ക് അല്ലെങ്കിൽ ഒരു 5 മാർക്കിനൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ ആദ്യം പറയാം. ഫസ്റ്റ് ഫേസ് ഉണ്ട്, സെക്കൻഡ് ഫേസ് ഉണ്ട്, കൃത്യമായിട്ട് നോക്കുക. പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് ഇത്രയും പോയിന്റ്സ് പറയുന്നുണ്ട്, ഡ്രോബാക്സും കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ദെൻ ജൂൺ 2022 കൊടുത്തിരിക്കുന്ന ക്വസ്റ്റൻ ആണ്, ലിസ്റ്റ് ദ ഗോൾസ് ഓഫ് 5 പ്ലാൻ ഇൻ ഇന്ത്യ. 5 പ്ലാൻസിൻ്റെ ഗോൾസ് ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണം. 4 ഗോൾസ് ഏതൊക്കെയാണ്? ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി. ഇതിനടുത്ത് ദിവസം നോക്കിയാൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രീൻ റെവല്യൂഷൻ. കണ്ട, റിപ്പീറ്റ്, ഈ 6 ഞാൻ വെറുതെ എഴുതിയില്ല, റിപ്പീറ്റ് കണ്ടല്ലോ. അപ്പോൾ ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു വെച്ചോളാം. ഓക്കെ അല്ലേ? ഇതിനടുത്ത് നോക്കുക, 2024 ക്വസ്റ്റ്യൻ ആണ്. ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ ദി ഇയർ. പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്ത വർഷം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് മക്കളെ. 1950-ലാണ് പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത്. 1950-ലാണ്. അപ്പോൾ ഫസ്റ്റ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വർഷം 1951 ആണ് കൂടി ഓർത്ത് വെച്ചേക്കുക. ഫസ്റ്റ് പ്ലാൻ 1951 to 56 ആണ് ഫസ്റ്റ് 5 year
പ്ലാനിൻ്റെ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1951 to 56 ആണെന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക. കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തത് 1950 ആണ്. ദെൻ അങ്ങനെ നമ്മൾ ചാപ്റ്റർ 3ലേക്ക് കടക്കുകയാണ് മക്കളെ. വേഗം കയറിക്കോ. ഏതാ? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസലാണ്. കീ ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കിയോ? ലിബറലൈസേഷൻ ഉണ്ട്. അതിനകത്ത് തന്നെ വരുന്നതാണ് ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. അപ്പോൾ മക്കളെ LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കൺട്രോൾസ് ഒക്കെ കുറച്ചുകൊണ്ട് കുറേ കൂടി ഫ്രീ ആക്കി മാറ്റുന്ന എക്കോണമീനെയാണ് നമ്മൾ ലിബറലൈസേഷൻ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ഡീറെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്ന് ഡീ ലൈസൻസിങ്, അതുപോലെ തന്നെ ഡീ റിസർവേഷനാണ് കൂടി ഓർത്ത് വെച്ചേക്കുക. ദെൻ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ആണ് വരുന്നത്. അതിനകത്ത് തന്നെ ടാക്സ് റിഫോംസ് വേറെ നോക്കേണ്ടതുണ്ട്. ദെൻ ഫോറിൻ എക്സ്ചേഞ്ചിൽ വരുന്ന റിഫോംസ് നോക്കേണ്ടതുണ്ട്. ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ് ഉണ്ട്. ദെൻ പ്രൈവറ്റൈസേഷൻ ആണ്. സോ പ്രൈവറ്റൈസേഷൻ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അറിയേണ്ടത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നുള്ളത്. പ്രൈവറ്റൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നിങ്ങളോട് ചോദിക്കാം. ദെൻ ഗ്ലോബലൈസേഷൻ ആണ്. ഗ്ലോബലൈസേഷൻ ഇതുപോലെ തന്നെ നമുക്കുള്ളതാണ് ഔട്ട്സോഴ്സിംഗ് ഉള്ള കോൺസെപ്റ്റ്. അതും 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 2 മാർക്സിന് നിങ്ങൾക്ക് അവിടെ മെയിനായിട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഓരോന്നും കൃത്യമായിട്ട് തന്നെ നോക്കിക്കോളണം. അടുത്ത സെഷൻ എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് നോക്കിക്കോളാം. ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എയിംസ് ഓഫ് WTO ആണ്. അതും വന്നിട്ടുള്ളതാണ്. റിപ്പീറ്റ് ആയിട്ട് പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മിനിമം ഒരു 4 പോയിന്റ് അതിനകത്ത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. WTOയുടെ എയിം. അപ്പോൾ അത് മുന്നേ എന്തായിരുന്നു, അതിന് ഏത് വർഷമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്, എന്തിന് പകരമായിട്ടാണ് WTO വന്നിട്ടുള്ളത്, ഇതെല്ലാം അതിനകത്ത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം മക്കളെ. ഇതിനടുത്ത പോയിന്റാണ് ഇന്ത്യൻ എക്കോണമി ഡ്യൂറിംഗ് റിഫോംസ് ആൻഡ് അസസ്മെന്റ്. സോ അതിനകത്ത് ഗ്രോത്ത് ഇൻ GDP പറയുന്നുണ്ട്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നുണ്ട്, ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെന്റ്, റിഫോംസ് ഇൻ അഗ്രികൾച്ചർ, റിഫോംസ് ഇൻ ഇൻഡസ്ട്രി ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ദെൻ റിഫോംസ് ഇൻ ഫിസിക്കൽ പോളിസീസ്. സോ ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് ഒരു ഈ പറയുന്ന LPG വന്നതിന് ശേഷം ഇന്ത്യയിൽ വന്നിട്ടുള്ള ആ ഒരു ചേഞ്ചസ് ഓരോ സെക്ടർ വൈസ് ആയിട്ട് ഇവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫാക്ടറികൾ കൃത്യമായിട്ട് തന്നെ നോക്കി വെച്ചോളാം കേട്ടോ. ദെൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഒക്കെ നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ? ഡിസ്കസ് ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ ഡ്യൂ ടു ലിബറലൈസേഷൻ പോളിസി. ലിബറലൈസേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞേക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണത്. ഓക്കെ, 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമ്മൾ ഡീ ലൈസൻസിങ് ആണ് പറയുന്നത്. ഡീ ലൈസൻസ് എന്ന് പറയുമ്പോൾ മക്കൾ ഉദ്ദേശിക്കേണ്ടത് വേറെ ഒന്നുമില്ല. നേരത്തെ കുറച്ച് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ച് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കുറച്ച് ഇൻഡസ്ട്രീസിനൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിൻ്റെയൊക്കെ എന്ത് ചെയ്തു, മാറ്റി കൊടുത്തു. കുറച്ച് ലിബറൽ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലൈസൻസ് അങ്ങനെ കാര്യമായിട്ട് ഇല്ലാന്നുണ്ടെങ്കിലും നമുക്കൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ അവിടെ കണ്ടക്ട് ചെയ്യാം, നടത്താം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ഇത് കൊടുക്കുന്നതാണ് ഈ പറയുന്ന ഡീ ലൈസൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയുള്ളതാണ് മക്കളെ ഡീ റിസർവേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് കാര്യം പറഞ്ഞില്ലേ മക്കളെ, അവിടെ റിസർവേഷൻ ഈ ഇൻഡസ്ട്രീസിന് മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ LPGയുടെ ഭാഗമായിട്ട് LPG വന്നപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി, ഗവൺമെൻറ് മനസ്സിലായി നമ്മുടെ ഇൻഡസ്ട്രീസ് എല്ലാം വെൽ ഏബിൾഡ് ആണ്. അതുകൊണ്ട് തന്നെ റിസർവേഷൻ ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതിനടുത്ത് മാറ്റാം, ഡീ റിസർവേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ആക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നു. അതാണ് ഈ 2ാമത്തെ പോയിന്റ്. ദെൻ മെനി ഓഫ് ദ ഗുഡ്സ് വെർ റിസർവ്ഡ് ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വെർ ഡീ റിസർവ്ഡ്. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മാത്രമായിട്ട് കുറച്ച് മാറ്റി വെച്ചിരുന്നതൊക്കെ അത് എന്ത് ചെയ്തു, ഡീ റിസർവ് ചെയ്തു. ഇപ്പോൾ അത് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് മാറി. ഇൻ മെനി ഇൻഡസ്ട്രീസ് ദ മാർക്കറ്റ് ഹാസ് ബീൻ അലൗഡ് ടു ഡിറ്റർമൈൻ ദി പ്രൈസസ്. അപ്പോൾ മാർക്കറ്റിന് തന്നെ ആ പ്രൊഡക്റ്റുകളുടെ പ്രൈസ് തീരുമാനിക്കാം എന്നുള്ള ഒരു സിറ്റുവേഷൻ പോലും നമ്മുടെ ലിബറലൈസേഷൻ പോളിസിയിലൂടെ ഇൻഡസ്ട്രീസിന് കൊടുത്തിട്ടുണ്ട്. ഇതിനടുത്താണ് ഡിസ്കസ് ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഇൻ ഫിനാൻഷ്യൽ സെക്ടർ ഡ്യൂ ടു ലിബറലൈസേഷൻ പോളിസി. അപ്പോൾ ലിബറലൈസേഷൻ പോളിസി ഫിനാൻഷ്യൽ സെക്ടറിൽ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെയാണ് സംഭവം. ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുമ്പോൾ മക്കൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് നമ്മുടെ RBI ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് പോയിന്റ് ഇത് തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. റിഡക്ഷൻ ഇൻ ദ റോൾ ഓഫ് RBI. RBI വാസ് ടു ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ ഇൻ ദ ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് നോട്ട് ആസ് എ റെഗുലേറ്റർ. അപ്പോൾ റെഗുലേറ്റർ എന്നുള്ള ആ ഒരു റോളിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഫെസിലിറ്റേറ്റർ, അതായത് ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാത്രമായിട്ട് RBIയുടെ റോൾ എന്ത് ചെയ്തു, കുറച്ചു എന്നാണ് പറയണേ. ദെൻ CRR, SLR അതിൻ്റെയൊക്കെ റേറ്റ് കുറച്ച് കാര്യം പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയിലൊക്കെ ഡീറെഗുലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബാങ്കിൻ്റെ ലൈസൻസിങ് പോളിസി കുറേ കൂടി ഇന്ന് ലിബറലൈസ് ചെയ്തു. ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് 100% നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ലിബറലൈസേഷൻ പോളിസി ഫിനാൻഷ്യൽ സെക്ടറിനെ എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്നുള്ളത്. ദെൻ WTOയുടെ കാര്യം പറയുന്നുണ്ട്. എന്താണ് WTO? അപ്പോൾ 1995 ഫൗണ്ട് അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന WTOയുടെ കാര്യം പറയുന്നത്. അതിനകത്ത് തന്നെ GATT, ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ്, അതിൻ്റെ ഒരു സക്സസർ ആയിട്ടാണ് ഈ പറയുന്ന WTO വരുന്നത്. ഇതിന് അതിൻ്റെ മെയിൻ എയിംസ് ഇത്രയും പോയിന്റ്സ് ഉണ്ട്, വേഗം നോക്കിയോ. എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. റിഡക്ഷൻ ഓഫ് ട്രേഡ് ബാരിയേഴ്സ് ടു ലിബറലൈസ്ഡ് വേൾഡ് ട്രേഡ്. അപ്പോൾ
ട്രേഡിനെ കുറേ കൂടി ഒന്ന് എന്താ സിമ്പിളാക്കി മാറ്റുക, അതിലുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് എല്ലാം തന്നെ എടുത്ത് മാറ്റുക എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ എയിമായിട്ട് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഒരു 100% ഷുവർ ഞാൻ തരുവാണ് മക്കളെ. ഇത് സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു നോക്കുമോ, എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വന്നിരിക്കും കേട്ടോ. അടുത്ത സെഷനിലേക്ക് നമുക്ക് പോകാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സെപ്റ്റംബർ 2021 തന്നിരിക്കുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് വേൾഡ് ബാങ്ക്? ഏതായിരിക്കും മക്കളെ? വേൾഡ് ബാങ്കിന് പറയുന്ന മറ്റൊരു പേര് എന്തായിരിക്കും മക്കളെ? ഇമ്പോർട്ടൻ്റ് ആണ്, IBRD. ഇത് പഠിച്ചോ, റിപ്പീറ്റ് ആണ്, പിന്നെയും വന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഈ പറയുന്നത്. വേൾഡ് ബാങ്കിന് പറയുന്ന മറ്റൊരു പേരാണ് IBRD. നമ്മൾ എന്താ പറയാം, വേൾഡ് ബാങ്ക് ആയിട്ടും പറഞ്ഞു വയ്ക്കാം. രണ്ടും അങ്ങോട്ടും തിരിച്ച് മറിച്ചങ്ങോട്ട് പഠിച്ചു വയ്ക്കാം കേട്ടോ. അടുത്ത കോൺസെപ്റ്റ് ആണ് എന്താ? ലിസ്റ്റ് എനി 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് WTO. കണ്ടല്ലോ, WTOയുടെ 2 ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും പോയിന്റ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു 2 പേരും അവിടെ എഴുതിയാൽ മതി. പക്ഷേ മിനിമം 4 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചോളണം, ഉറപ്പാണ് ചോദിച്ചിരിക്കും കേട്ടോ. അടുത്ത് നോക്കിക്കോ. Explain the background that led to the implementation of new economic policy in India in 1991. അപ്പോൾ 1991 ഇന്ത്യയിൽ ഈ NEP, അതായത് NEP 1991 കണ്ടല്ലോ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വേറെ ഒന്നുമില്ല, നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടറിൽ ഉണ്ടായിരുന്ന ക്രൈസിസ് ആയിരുന്നു. ആ ക്രൈസിസ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ എസെൻഷ്യൽ ഗുഡ്സിൻ്റെ പ്രൈസ് അവിടെ ഹൈക്ക് ചെയ്തു. ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഇന്ത്യ ചെന്നിട്ട് IMFനോടും വേൾഡ് ബാങ്ക്, അതായത് നമ്മുടെ IBRD എന്ന് പറയുന്ന വേൾഡ് ബാങ്കിനോടൊക്കെ എന്ത് ചെയ്തു? ആ കാര്യങ്ങളൊക്കെ പോയി അന്വേഷിച്ചു. അപ്പോൾ കുറച്ച് ഞങ്ങൾക്ക് ഫണ്ട് കുറവുണ്ട്, അപ്പോൾ ഞങ്ങളിപ്പോൾ ക്രൈസിസിലാണ്, ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് ഫണ്ട് തരാം, പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ഡിമാൻഡ് ഉണ്ട്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തായിരുന്നു ഡിമാൻഡ് എന്നറിയോ? നമ്മൾ ട്രേഡ് എന്ത് ചെയ്യുക, ട്രേഡിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരുന്ന റെസ്ട്രിക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫണ്ട് തരാമെന്ന് പറഞ്ഞു. ആരൊക്കെ? IMFും IBRDയും. അങ്ങനെയാണ് പുതിയ NEP എന്ന് പറയുന്ന 1991 അവരവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി കാര്യമൊക്കെ അതൊരു ഈ പറയുന്ന NEP സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു റീസൺ തന്നെയായിട്ട് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ദെൻ അടുത്ത കോൺസെപ്റ്റ് നോക്കിയോ മക്കളെ. Explain the liberalization policy measures taken by the government in 1991 in the areas of industrial sector and financial sector. അപ്പോൾ രണ്ടും നേരത്തെ സിംഗിൾ ആയിട്ട് ചോദിക്കാം, സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം, ഇതുപോലെ തന്നെ കമ്പൈൻഡ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫിനാൻഷ്യൽ സെക്ടർ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ 8 മാർക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസിലുള്ളതാണ് കേട്ടോ. ഇത് റിപ്പീറ്റഡ് ആണ്, ഞാൻ പിന്നെയും പറയാണ്, ഇതെന്തായാലും പഠിച്ചോളണം. ലിബറലൈസേഷൻ പോളിസി നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടറിനും അതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് നോക്കി വെച്ചോളണം കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ കാര്യം പറയുന്നത്. ഇൻഡസ്ട്രിയൽ സെക്ടർ നേരത്തെ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ ജൂൺ 2022 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ. മെൻഷൻ ദ എയിംസ് ഓഫ് WTO. കണ്ടല്ലോ, 2021 വന്ന ക്വസ്റ്റ്യൻ 2022 റിപ്പീറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇത്രയും പോർഷൻസ് ആണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? എക്സ്പ്ലെയിൻ ദ ടാക്സ് റിഫോംസ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ആസ് എ പാർട്ട് ഓഫ് ലിബറലൈസേഷൻ പോളിസി മെഷേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് 1990s. കണ്ടല്ലോ, ഇവിടെ എന്ത് 6 വന്നിരിക്കുന്ന റിപ്പീറ്റ് ആണ്. കാര്യം എന്താ? ഫിനാൻഷ്യൽ സെക്ടർ നേരത്തെ വന്നിരിക്കുന്ന സാധനമാണ്. ഒറ്റ കാര്യം മാത്രമേ എക്സ്ട്രാ വന്നുള്ളൂ, എന്താ? ടാക്സ് റിഫോംസ് ആണ്. കണ്ടല്ലോ, അപ്പോൾ ടാക്സ് റിഫോംസ് എന്താണെന്ന് നോക്കിക്കോ. ടാക്സ് റിഫോംസ് പറയുമ്പോൾ മക്കളെ ലിബറലൈസേഷൻ അല്ലടാ, അപ്പോൾ എല്ലാത്തിലും കുറച്ചൊന്ന് ഫ്രീ ആക്കുന്നല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാ ടാക്സും എന്ത് ചെയ്യും മക്കളെ? റിഡ്യൂസ് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഇൻകം ടാക്സ് ഉണ്ട്, കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടീസ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഇതിൻ്റെ റിഡ്യൂസ് ആണ് ചെയ്തിരിക്കുന്നത്. റിഡക്ഷൻ കണ്ടല്ലോ, റിഡ്യൂസ്ഡ്, ദെൻ റിഡ്യൂസ്ഡ്, ഇതെല്ലാം റിഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇൻകം ടാക്സ് പറയുക, കോർപ്പറേഷൻ ടാക്സ് പറയുക, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, ഇതെല്ലാം കൂടെ എല്ലാം എന്ത് ചെയ്തു? റിഡ്യൂസ് ചെയ്തു. ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ അല്ലടാ. ദെൻ അടുത്ത സെക്ഷൻസ് നോക്കിയോ മക്കളെ. നോക്കിയോ, ടാക്സ് റിഫോംസിന് തന്നെ ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, നോക്കി വയ്ക്കുക. ദെൻ 2022 അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് വേൾഡ് ബാങ്ക്? ഇതിനകത്ത് വേൾഡ് ബാങ്ക് എന്നറിയപ്പെടുന്ന ഏതായിരിക്കും? വേൾഡ് ബാങ്ക് ഓൾറെഡി നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. MCQ ആയിട്ട് തൊട്ട് മുന്നേ പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു. ഏതായിരിക്കും മക്കളെ? ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ D is the correct answer. International Bank for Reconstruction and Development. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കാൻ മറക്കരുത് കേട്ടോ. IBRD ഫുൾ ഫോം ആണ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ദെൻ മാർച്ച് 2023 നോക്കിയോ. അനലൈസ് ലിബറലൈസേഷൻ പോളിസി മെഷേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ആസ് പാർട്ട് ഓഫ് ദി ന്യൂ എക്കണോമിക് പോളിസി ഇൻ 1991. മൊത്തത്തിലായിട്ട് ചോദിച്ചിരിക്കുന്നതാ. അപ്പോൾ ലിബറലൈസേഷൻ്റെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഇൻഡസ്ട്രിയൽ സെക്ടർ എഴുതണം, ഫിനാൻഷ്യൽ സെക്ടർ എഴുതണം, ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കാര്യം എഴുതണം, അതുപോലെ ടാക്സ് റിഫോംസ് എഴുതണം, എല്ലാം എഴുതിക്കൊള്ളണം.
ഓക്കെ അല്ലേ? സോ എല്ലാത്തിൻ്റെയും മെയിൻ പോയിന്റ്സ് മാത്രമായിട്ട് ഇതാണെന്നുണ്ടെങ്കിലാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. 8 മാർക്കിൻ്റെയാണ് ഇതും ചോദിച്ചിരിക്കുന്നത്. കാരണം കുറച്ചുകൂടി വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇത്രയും കാര്യം എന്ത് പറയുന്നതാണ്? ലിബറലൈസേഷൻ, ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ്, ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ ടാക്സ് റിഫോംസ്, ഫോറിൻ എക്സ്ചേഞ്ച്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ്. ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടാരിഫും കോട്ടസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസിൽ പഠിച്ചു വെക്കേണ്ടത്. ദെൻ ഓൾമോസ്റ്റ് ഓരോ കോൺസെപ്റ്റ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിൻ്റെ നോക്കിക്കോ മക്കളെ. ഇതൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടാക്സ് റിഫോംസ് ആണ്. ടാക്സ് റിഫോംസ് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, റിഡക്ഷൻ ആണ് ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി കാര്യം പറയുന്നുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടത് എന്താ? ഡീവാല്യൂ ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, നമ്മുടെ കറൻസി ഡീവാല്യൂ ചെയ്താണ്. devalued against foreign currency in 1991. ഇന്ത്യൻ കറൻസി നമ്മൾ എന്ത് ചെയ്തു? ഡീവാല്യൂ ചെയ്തു. അങ്ങനെ ഡീവാല്യൂ ചെയ്തപ്പോഴത്തേക്കും കുറേ ഇമ്പോർട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതും ആക്ച്വലി നമ്മുടെ എക്കോണമീനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെവലപ്പ് ചെയ്യാൻ, ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ദെൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ് പറയുമ്പോൾ ക്വാണ്ടിറ്റി റെസ്ട്രിക്ഷൻ, നമ്മുടെ കോട്ടാസ് റിമൂവ് ചെയ്തു, അതുപോലെ ടാരിഫ് റെഡ്യൂസ് ചെയ്തു, കാര്യങ്ങളാണ് ഓർത്ത് വയ്ക്കുന്നത്. എക്സ്പോർട്ട് ഡ്യൂട്ടീസ് ഒക്കെ റിമൂവ് ചെയ്ത കാര്യങ്ങളിലൂടെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ദെൻ 2024 കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് മക്കളെ, പ്രൈവറ്റൈസേഷൻ ഓഫ് ദ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ബൈ സെല്ലിംഗ് ഓഫ് പാർട്സ് ഓഫ് ദി ഇക്വിറ്റി ഫോർ ദ പബ്ലിക് ഈസ് നോൺ ആസ് ഡാഷ്. അപ്പോൾ ഏതായിരിക്കും സംഭവം? നമ്മുടെ ഓപ്ഷൻ സി ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്നൊരു കോൺസെപ്റ്റാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചോളണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഗവൺമെൻറ് കൺട്രോളുള്ള ഓണർഷിപ്പിലുള്ള ഇൻഡസ്ട്രീസ് ആകാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, കമ്പനീസ് ആകാം, അതിനെന്ത് ചെയ്യുന്നതാണ്? പ്രൈവറ്റിന് സെല്ല് ചെയ്ത് കൊടുക്കുന്നതാണ്. സെല്ലിംഗ് ഓഫ് പാർട്ട്, സെല്ലിംഗ് ഓഫ് കണ്ടല്ലോ, സെല്ല് ചെയ്ത് വിറ്റ് കളയാണ്. ഗവൺമെൻറ് കൺട്രോളുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അവരെ വിറ്റ് പ്രൈവറ്റ് പാർട്ടീസിന് കൊടുക്കുന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. അടുത്ത് നോക്കിയാൽ മക്കളെ, what is new economic policy? Then analyze the liberalization policy measures introduced in India as part of new economic policy of 1991. കണ്ടല്ലോ, റിപ്പീറ്റഡ് ആണ് ലിബറലൈസേഷൻ എന്തിലാന്ന് നോക്കിക്കോ, ആസ് പാർട്ട് ഓഫ് എക്കണോമിക് പോളിസി. അപ്പം മൊത്തത്തിലായിട്ട് ചോദിക്കുന്നത് ന്യൂ എക്കണോമിക് പോളിസി എന്താണെന്ന് ആദ്യം പറയാനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ കോൺസെപ്റ്റും നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, റിപ്പീറ്റഡ് ആണ്. ഏതൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫിനാൻഷ്യൽ സെക്ടർ, ടാക്സ് റിഫോംസ്, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച്, പിന്നെ ട്രേഡ് ആൻഡ് പോളിസി, ഇൻവെസ്റ്റ്മെന്റ്, ഇതെല്ലാം തന്നെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ദെൻ ഓരോന്ന് ഞാനിവിടെ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് നേരെ ചാപ്റ്റർ 4ലേക്ക് പോകാം. ചാപ്റ്റർ 4 ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. മക്കളെ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ മിക്കവാറും ചാപ്റ്റർ 4 എന്ന് പറഞ്ഞ് പോറ്റി ആയിരിക്കും. നോ പ്രോബ്ലം, നമുക്ക് അടുത്തതിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഞാൻ അടുത്തതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇന്ത്യ എന്ന ചാപ്റ്റർ ജസ്റ്റ് നോക്കാം മക്കളെ. അതിനകത്ത് കീ ഏരിയാസ് ആയിട്ട് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റലും ഫിസിക്കൽ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ആദ്യം പഠിക്കണം. ദെൻ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ നോക്കാം. സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതൊരു 5 പോയിന്റ്സ് ഉണ്ട് സോഴ്സസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഇത് ചോദിക്കാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല മക്കളെ. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ പറയുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇതിനടുത്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് എക്കണോമിക് ഗ്രോത്ത് പറയുന്നുണ്ട്, ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് പറയുന്നതൊക്കെ കമ്പാരിസൺ ആണ് കേട്ടോ. ഈ കമ്പാരിസണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ടതും ഇത് തന്നെയാണ്. ഓക്കെ, ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും ഡിഫറൻസ് ആണ് ഇത് നോക്കേണ്ടത്. ദെൻ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഒരു ഷോർട്ട് ആൻസർ ടൈപ്പിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഗവൺമെന്റിന്റെ, അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തൊക്കെ റോളാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇന്ത്യ ഒരു ജനറൽ കോൺസെപ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ അത് നമ്മുടെ ഹെൽത്തിനെയും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെക്ടറിനെയും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എഡ്യൂക്കേഷൻ്റെ ഹെൽത്തിനുണ്ട്. ഓരോ സെക്ടറിലും ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഗനൈസേഷൻസ് തന്നെ റെഗുലേറ്റ് ചെയ്യുന്നതും കൂടി ഓർത്ത് വെച്ചേക്കുക. ദെൻ ഗ്രോത്ത് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ, അതുപോലെ എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റ്സിന് ഇൻ ഇന്ത്യ. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വേഗം നോക്കി പോകാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് നിങ്ങൾക്ക് ഇതും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈ 4 സാധനങ്ങളാണ് അവിടെ നിന്ന് മെയിനായിട്ട് വരുന്നത് കേട്ടോ. ഫസ്റ്റത്തെ ലാൻഡ് വരുന്നുണ്ട്, ലേബർ വരുന്നുണ്ട്, ദെൻ ക്യാപിറ്റൽ, അതിനകത്ത് ഫിസിക്കൽ ക്യാപിറ്റലാണ് വരുന്നത്, 2 എണ്ണം ഉണ്ടാവും കേട്ടോ. ദെൻ 4ാമത്തെ എന്റർപ്രൈസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പറയുക. എന്താണെന്ന് നോക്കിയോ, ഈ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ
ഫിക്സഡ് ക്യാപിറ്റൽ ഉണ്ട്, ലോങ് ടേമിലേക്ക് ഉള്ളതാണ്. അതുപോലെ തന്നെ ഉള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ, അത് ഷോർട്ട് ടൈം, അതായത് ഒരു മാക്സിമം 1 ഇയർ വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളണം കേട്ടോ. ഇതിന് അടുത്താണ് നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസോട് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ആദ്യമുണ്ട്, ദെൻ ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ. ഞാനിവിടെ ഡാർക്ക് ആയിട്ട് ഒരു യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ, അതാണ് സ്ട്രെസ് ചെയ്ത് കൊടുക്കേണ്ട പോയിന്റ്. ഇത് ഞാൻ പറഞ്ഞു, പിന്നെയും പറയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ കേട്ടോ. ദെൻ ഇൻഡസ്ട്രിയൽ സെക്ടർ പ്രോസസ് ആണെന്ന് പറയുന്നുണ്ട്, സോഷ്യൽ പ്രോസസ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഇറ്റ് ക്യാൻ ബി സോൾഡ് ഇൻ ദ മാർക്കറ്റ്. അത് പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ സെല് ചെയ്യാനായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു കോൺസെപ്റ്റ് പറയണം. ദെൻ എന്താണ്, നമ്മുടെ ഓണറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഫിസിക്കൽ ക്യാപിറ്റൽ. പക്ഷേ ഹ്യൂമൻ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിലോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ളത് കുറച്ച് പാടാണ്, പറ്റില്ല എന്ന് നിങ്ങൾക്ക് പഠിച്ചു പോയി കേട്ടോ. ദെൻ അടുത്ത കോൺസെപ്റ്റ് നോക്കിയാൽ മക്കളെ, ഫിസിക്കൽ ക്യാപിറ്റലിനെ അതുപോലെ ഹ്യൂമൻ ക്യാപിറ്റലിനെയാണ്. ഇറ്റ് ഈസ് മൊബൈലാണ്, ഇറ്റ് ഈസിലി മൊബൈൽ. അപ്പോൾ നമുക്ക് മൊബൈൽ എന്ന് പറയുമ്പോൾ ഓർത്ത് വെച്ചോളണം, എന്താ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്, പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈസിലി ട്രാൻസ്ഫറബിൾ ആയിട്ടാണ് ഫിസിക്കൽ ക്യാപിറ്റലിലേക്ക്. പക്ഷേ ഹ്യൂമൻ ക്യാപിറ്റൽ അതങ്ങനെ നടക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ദെൻ ഡിപ്രീഷിയേറ്റഡ് ഓയിങ് ടു ഇറ്റ്സ് റെഗുലർ യൂസ്. അതായത് ഇത് യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യും മക്കളെ, ഇതിൻ്റെ ആ ഒരു ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നുണ്ട്, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഹ്യൂമൻ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിലോ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റിൽ എന്താ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഡിപ്രീസിയേഷൻ വരുന്നതിന്. ദെൻ എക്കണോമിക് ആൻഡ് ടെക്നിക്കൽ പ്രോസസ് ആണ് അതിനകത്ത് പറയുന്നത്. അതും പിന്നെ അതിനകത്ത് സോഷ്യൽ പ്രോസസ്സിൻ്റെ ആയിട്ട് പറയുന്നത്, അത് റിപ്പീറ്റായിട്ട് പറയുന്ന ഒരു പോയിന്റ് തന്നെയാണ്, നോക്കി വെച്ചോളാം കേട്ടോ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് റോൾ ക്യാൻ ദ ഗവൺമെൻറ് പ്ലേ ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ? അപ്പോൾ ടു എൻഷുർ ദ ക്വാളിറ്റി ഓഫ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ അതുപോലെ തന്നെ വേറെ കുറേ പോയിന്റ്സ് അധികം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പോയിന്റ്സ് നോക്കിക്കോളാം മക്കൾ, ഞാൻ ഇതെല്ലാം വായിക്കുന്നില്ല, നിങ്ങൾ നോക്കി വെച്ചേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞല്ലോ, ഷോർട്ട് ആൻസർ ടൈപ്പിൽ 3 മാർക്കോ 4 മാർക്കോ 5 മാർക്കോ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ഗവൺമെൻറ്റിന് ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ റോളാണുള്ളതെന്നുള്ളത് അപ്പോൾ കൃത്യമായിട്ട് ഓരോ പോയിന്റും വായിച്ചോളണം. പിന്നെ ഇവിടെ ഞാൻ വേണമെങ്കിൽ സ്റ്റാർട്ട് തരാം, നിങ്ങൾ പഠിച്ചോ, വെറുതെ വിട്ട് കളയരുത് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനടുത്താണ് എക്സ്പ്ലെയിൻ ദ മെയിൻ പ്രോബ്ലംസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. നോക്കിയോ, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ദെൻ പ്രോസസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഓർ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഈസ് എ ലോങ് പീരീഡ് പോളിസി. ഒന്ന് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, പിന്നെ എന്താണ് ലോങ് പീരീഡ് പോളിസി എന്നുള്ള രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. റീജിയണൽ ആൻഡ് ജെൻഡർ ഇൻഇക്വാലിറ്റി ആണ് അടുത്തൊരു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആയിട്ട് ഇതിനെ പറഞ്ഞു വയ്ക്കുന്നത്. ദെൻ എക്സ്പ്ലെയിൻ അടുത്തൊരു കോൺസെപ്റ്റാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. മക്കളെ, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്തിട്ട് മൈഗ്രേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ആക്ച്വലി പറഞ്ഞത് ബ്രെയിൻ ഡ്രെയിൻ ആണ് സംഭവിക്കുന്നത്. ഇപ്പോൾ റൂറൽ ഏരിയയിൽ നിന്ന് നേരെ അർബൺ ഏരിയയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, അർബൺ ഏരിയയിലേക്ക് നല്ല ഒരു എന്താ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് റൂറൽ ഏരിയ താമസിക്കുന്ന ആൾ. അർബൺ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് റൂറൽ ഏരിയയ്ക്ക് ഒരു എന്താ പറയുക, ഒരു അഡ്വേഴ്സ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്നതല്ലേ. അതാണ് ബ്രെയിൻ ഡ്രെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, അത് ഓർത്ത് വെച്ചേക്കുക. ദെൻ അഗ്രികൾച്ചർ സെക്ടർ ഈസ് നെഗ്ലെക്റ്റഡ് വെർ ദ വർക്കേഴ്സ് വെർ നോട്ട് ഗിവൺ ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ടു അബ്സോർബ് എമർജിങ് ന്യൂ ടെക്നോളജീസ്. അപ്പോൾ ന്യൂ ടെക്നോളജീസിൻ്റെ ഒരു അഭാവം തന്നെ ഇവിടെ മെയിനായിട്ട് പറയുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാം കേട്ടോ. അടുത്ത ദിവസം നോക്കിയേ, ലിസ്റ്റ് ഡൗൺ ദ മേജർ ഓർഗനൈസേഷൻസ് ദാറ്റ് റെഗുലേറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെക്ടർ ഇൻ ഇന്ത്യ. 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം, ഷുവർ ആണ് മക്കളെ. അപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. NCERT ഉണ്ട്, AICTE ഉണ്ട്, ദെൻ UGC ഉണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് സെക്ടറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും അവിടെ 3 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ICMR, നഴ്സിംഗ് കൗൺസിൽ, ഫാർമസി കൗൺസിൽ. ഇത് ചോദിച്ചിരിക്കും മക്കളെ. 1 മാർക്കിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ MCQയിൽ ഓഡ് 1 ഔട്ട് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് ഹെൽത്ത് സെക്ടറിൻ്റെ അല്ലാത്തത് ഏതാണ്, എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിൻ്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ അല്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഏതായിരിക്കും എഡ്യൂക്കേഷൻ സെക്ടറിൽ വരുന്നത്, ഏതായിരിക്കും ഹെൽത്ത് സെക്ടറിൽ വരുന്നത്, ഇതെല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് മക്കളെ. MCQന് 1 മാർക്ക് വിട്ട് കളയാതെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. NCERT, AICTE, UGC. ദെൻ നമ്മുടെ ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ ICMR, ഫാർമസി കൗൺസിൽ, നഴ്സിംഗ് കൗൺസിൽ. കൗൺസിൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നഴ്സിംഗ് ഫാർമസി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഹെൽത്ത് ആണെന്ന് അറിയാൻ പറ്റും. പക്ഷേ ICMR ആണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കി വെച്ചേക്കുക, ICMR ഹെൽത്ത് ആണെന്ന് പഠിച്ചാൽ മാത്രം മതി, ബാക്കിയൊക്കെ നേരെ എഡ്യൂക്കേഷനിലേക്ക് ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം കേട്ടോ. ഇതിനടുത്തേക്ക് നമുക്ക് പോവാം. Mention the 2 main ways through which government's expenditure focus on education. അപ്പോൾ ഗവൺമെൻറ്റിന് എഡ്യൂക്കേഷന് ഫോക്കസ് ചെയ്യാനായിട്ട് മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആൻഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP. ഇതും ചോദിക്കാനുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക.
ദെൻ പ്രീവിയസ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം മക്കളെ. 2021 സെപ്റ്റംബറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹെൽത്ത് ഇൻഡിക്കേറ്റർ ഓഫ് ദ കൺട്രി. കണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം അല്ലേ, ഹെൽത്തുമായി ബേസ് ചെയ്യാത്തത് ഇതിനകത്ത് ഏതാണ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ഇൻസിഡൻസ് ഓഫ് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ലൈഫ് എക്സ്പെക്ടൻസി, എംപ്ലോയ്മെന്റ് ലെവൽ. ഇതിനകത്ത് ഏതായിരിക്കും ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്, ഇൻഡിക്കേറ്റ് ചെയ്യാത്തത്? ഏതായിരിക്കും? എംപ്ലോയ്മെന്റ് ലെവൽ ആയിരിക്കും. ബാക്കി 3 നമ്മുടെ ഹെൽത്തുമായിട്ട് ബേസ് ചെയ്യുന്നതാണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക്, ദെൻ ഇൻസിഡൻസ് ഓഫ് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹെൽത്തുമായിട്ട് ബേസ് ചെയ്യാൻ പറ്റണം മക്കളെ. ദെൻ ലൈഫ് എക്സ്പെക്ടൻസി ആണ്, എത്ര കാലം നമ്മൾ ജീവിക്കാൻ ചാൻസ് ഉണ്ട്, എത്ര കാലം വരെ നമുക്ക് ജീവിക്കാം. ലൈഫ് എക്സ്പെക്ടൻസി ആണ്, അത് നമ്മുടെ ഹെൽത്തിനെ ബേസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അത് 3 ഹെൽത്താണ്. അപ്പോൾ കുറച്ചും കൂടി ഡിഫറൻസ് ഉള്ളത് എംപ്ലോയ്മെന്റ് ലെവൽ ആയതുകൊണ്ട് ആൻസർ ഇതായിരിക്കും, ഓർത്ത് വെച്ചേക്കുക. 2021 തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഹ്യൂമൻ ക്യാപിറ്റൽ. ഹ്യൂമൻ ക്യാപിറ്റലിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 4 എഡ്യൂക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഹെൽത്ത് ഉണ്ട്, അതുപോലെ തന്നെ ഓൺ ദി ജോബ് ട്രെയിനിങ് ഉണ്ട്. ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ മക്കളെ, ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് ട്രെയിനിങ് കൊടുക്കുക. എന്താണ് ഓൺ ദി ജോബ് ട്രെയിനിങ് പറയുന്നത്? ദെൻ മൈഗ്രേഷൻ ആണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജോബിന് വേണ്ടിയിട്ട്, നല്ല ബെറ്റർ സാലറിക്ക് വേണ്ടിയിട്ട്, ബെറ്റർ ലിവിങ് സിറ്റുവേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അതാണ് മൈഗ്രേഷൻ ആയിട്ട് പറയുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ 4 ഫാക്ടേഴ്സ് ആണ്. 5ാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ആക്സസ് ടു ഇൻഫർമേഷൻ. ആക്സസ് ടു ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർ ജോബിനെ ബേസ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടി തന്നെയാണ്. അതാണ് 5ാമത്തെ ഒരു ഫാക്ടർ സോഴ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഓരോ ജോബിനെ കുറിച്ചും അതിൻ്റെ സാലറി എത്ര കിട്ടും, അതിൻ്റെ വർക്കിംഗ് ഹവേഴ്സ് എത്രയാണ്, അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് എങ്ങനെയൊക്കെയാണ്, എന്താണ് മെയിൻ ജോലി, എങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, അതിന് റിസ്ക് ഉള്ളതായിരിക്കുമോ, ദെൻ അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും ആ കമ്പനിയുടെ ഹിസ്റ്ററി എന്തൊക്കെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻസും അക്വയർ ചെയ്യുന്നതാണ് ഈ 5ാമത്തെ ഒരു ഫാക്ടർ നമ്മൾ പറയുന്നത് കേട്ടോ. ദെൻ അടുത്ത സെക്ഷനാണ് ജൂൺ 2022 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഫെസിലിറ്റേറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് കം അണ്ടർ ദ ഹെൽത്ത് സെക്ടർ. കണ്ടല്ലോ, നേരത്തെ ഹെൽത്തിൽ പെടാത്ത ഏതാണെന്ന് ചോദിച്ചു, ഇതിനകത്ത് ഹെൽത്തിൽ വരുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കണ്ടല്ലോ മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ICMR. ഫാർമസി കൗൺസിൽ, നഴ്സിംഗ് കൗൺസിലൊക്കെ എന്തായാലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ICMR ആണ്. അതുകൊണ്ടാണ് അത് തന്നെ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. വരും, ഷുവറാണ്, ഉറപ്പാണ്, പഠിച്ചു വെച്ചോ. അടുത്തൊന്ന് നോക്കിക്കോ. വാട്ട് ഡു യു മീൻ ബൈ ജോബ്ലെസ് ഗ്രോത്ത്? അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജോബ്ലെസ് ഗ്രോത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്ററിലും അതുപോലെ അടുത്തൊരു ചാപ്റ്ററിനോട് വരുന്നുണ്ട്. എന്നാലും നോക്കി വെച്ചോ. ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്കും മക്കളെ, ഗ്രോത്ത് എന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി കൂടുന്നതാണ്, പ്രൊഡക്ഷൻ കൂടുന്നതാണ്. പക്ഷേ ജോബ്ലെസ് എന്ന് വെച്ചാൽ എന്തോ എംപ്ലോയ്മെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ എംപ്ലോയ്മെൻറ്റിൽ ഇംപ്രൂവ്മെൻറ്റ് ഇല്ലാതെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിൽ അവിടെ ഹൈക്ക് നടക്കുന്നതാണ് ജോബ്ലെസ് ഗ്രോത്ത് ആയിട്ട് പറയുന്നത്. മൈൻഡിൽ വെച്ചോ. 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് ഷുവർ ആണ് കേട്ടോ. ഇതിനടുത്ത് നോക്കാം. Analyze the source of human capital formation in India. ജൂൺ 2022 വന്നിരിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ആ 4 സോഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. നല്ല 5 ഉണ്ട്, നോക്കി വെച്ചോളണം. ദെൻ 2023 മാർച്ചിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയോ. എക്സ്പ്ലെയിൻ ദ മേജർ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. കണ്ടല്ലോ, 6 എന്താ റിപ്പീറ്റഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, വെറുതെ പറഞ്ഞല്ല പഠിക്കാനായിട്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. 21, 22, 23 ഇതേ വന്നിരിക്കുന്നതാണ് മക്കളെ. ദെൻ അടുത്ത നോക്കിയോ. മാർച്ച് 2024 കഴിഞ്ഞ വർഷം ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. എന്താ? അതും റിപ്പീറ്റഡ് ആണ്. കണ്ടല്ലോ, 21, 22, 23, 24 4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പോൾ പിന്നെ ഈ വർഷം നിങ്ങൾക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റുമോ? നോക്കിക്കോളണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേണ്ട, ചാപ്റ്ററിലേക്ക് തന്നെ കിടക്കാം. ചാപ്റ്റർ 5ലേക്ക് പോകാം. പോവർട്ടിയാണ് നമ്മുടെ ചാപ്റ്റർ വരുന്നത്. കീ ഏരിയാസ് വേഗം നോക്കിയോ മക്കളെ. എന്താണ് പോവർട്ടി എന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. അതിനകത്ത് തന്നെ അബ്സല്യൂട്ട് പോവർട്ടിയും റിലേറ്റീവ് പോവർട്ടിയും ഉണ്ട്, നോക്കിക്കോളണം. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു കമ്പാരിസൺ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, നോക്കി വെച്ചോളണം കേട്ടോ. പിന്നെ ഉള്ളതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ പോവർട്ടി ആൻഡ് റൂറൽ പോവർട്ടി. അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് അതിനകത്ത് ചോദിക്കാം. അതുപോലെ തന്നെ പോവർട്ടി ലൈൻ എന്താണെന്ന് ചോദിക്കാറ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിലേക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇമാജിനറി ലൈൻ ആണ്. ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ. ഓക്കെ, അത് ആക്ച്വലി ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലൈൻ വരച്ചു. ഓക്കെ അല്ലേ? ഈ ലൈനിന് താഴേക്കാണ് നമ്മുടെ ഇൻകം ലെവൽ എന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്തായിരിക്കും? പുവർ ആയിരിക്കും, അതായത് പോവർട്ടിയിലുള്ളവരായിരിക്കും. ഈ ലൈനിലേക്കാളും മുകളിലാണ് അവരുടെയൊക്കെ ഇൻകം എന്നുണ്ടെങ്കിൽ അവരെപ്പോഴും എന്തായിരിക്കും? അവർ നോൺ പുവർ ആയിരിക്കും, അതായത് അവർ പുവർ ആയിരിക്കില്ല, അവർ കുറച്ചുകൂടി ഏബിൾഡ് ആയിട്ടുള്ളവരായിരിക്കും എന്നാണ് ഓർത്ത് വയ്ക്കേണ്ടത്. ഇതിനടുത്താണ് കാറ്റഗറൈസിങ് ദ പോവർട്ടിയെ നമുക്ക് എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ കാറ്റഗറൈസ് ചെയ്ത്, ഇപ്പോൾ നമുക്ക് 2ആയിട്ട് പറഞ്ഞിട്ടില്ല, ഇതുപോലെ തന്നെ വേറെയും കുറേ ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. കാറ്റഗറൈസേഷൻസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളണം.
ദെൻ വേസ് ടു മെഷർ പോവർട്ടി, ഇതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. വേസ് ടു മെഷർ പോവർട്ടി രണ്ട് രീതി നമുക്ക് മെഷർ ചെയ്യാം. കലോറി റിക്വയർമെൻറ്റിൻ്റെ ബേസിലും അതുപോലെ തന്നെ നമുക്ക് മന്ത്ലി എക്സ്പെൻഡിച്ചറിൻ്റെ ബേസിലും നമുക്ക് അവിടെ എന്ത് ചെയ്യാം, പോവർട്ടി മെഷർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പോവർട്ടി ലൈൻ്റെ കാര്യം പറഞ്ഞു. പോവർട്ടി ലൈൻ ആക്ച്വലി പറയുന്നത് ഇതുപോലെ തന്നെ പോവർട്ടി മെഷർ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അതിൽ തന്നെ ഉള്ളതാണ് ഈ പറയുന്ന നമ്മുടെ കലോറി റിക്വയർമെൻറ്റ് കാര്യം, അതുപോലെ തന്നെ മന്ത്ലി എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. ദെൻ ഹെഡ് കൗണ്ട് റേഷ്യോ ആണ്. അതിൻ്റെ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് മക്കളെ ഹെഡ് കൗണ്ട് റേഷ്യോ പഠിക്കുക, അത് എന്താണെന്ന് പഠിക്കുക, ഇക്വേഷൻ പഠിക്കുക കേട്ടോ. ദെൻ കോസ്റ്റ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളാം. ഹെഡ് കൗണ്ട് റേഷ്യോയും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പോവർട്ടി ഒക്കെ പഠിച്ചു വെച്ചോളാം കേട്ടോ. ദെൻ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പോവർട്ടി അലിവിയേഷൻ, എന്തെല്ലാം പ്രോഗ്രാംസ് അല്ലെങ്കിൽ പോളിസീസ് ആണ് ഗവൺമെൻറ് പോവർട്ടിയെ അലീവിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇറാഡിക്കേറ്റ് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ, എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്, ചോദിക്കുന്നതാണ്. പോളിസി എന്തൊക്കെയാണെന്ന് പഠിച്ചോളണം, പ്രോഗ്രാംസും പഠിച്ചോളണം. അതിനകത്ത് പ്രോഗ്രാംസ് വരുന്നതാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട്, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് ഉണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസും അതിനകത്ത് തന്നെ വരുന്നതാണ് കേട്ടോ, പഠിച്ചു വെച്ചേക്കുക. ദെൻ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ്, എ ക്രിട്ടിക്കൽ അസസ്മെൻറ്റ്. അപ്പോൾ ഈ 3 മെയിൻ കാറ്റഗറൈസേഷൻസ് ഓഫ് പ്രോഗ്രാംസ് ഒക്കെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അത് എങ്ങനെയാണ് നമ്മുടെ എക്കോണമിയെ അഫക്റ്റ് ചെയ്തതെന്നുള്ള രീതിയിൽ ജനറൽ ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ വേരിയസ് കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. അത് ഇത്രയും കോസസ് ഞാനവിടെ കൊടുക്കുന്നുണ്ട്. ഇത്രയും പോയിന്റ്സിനകത്ത് മിനിമം 5 പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെച്ചേക്കുക. 5 പോയിന്റ്സ് കോസസ് ഓഫ് പോവർട്ടി വന്നിരിക്കും മക്കളെ, ഉറപ്പാണ്. ഓക്കെ, അടുത്ത് നോക്കിയോ. ഹൗ ക്യാൻ ദ ഗവൺമെൻറ് ബി ഇൻ്റർവീൻ ഇൻ ഇറാഡിക്കേറ്റിംഗ് പോവർട്ടി. പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട്, അതായത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിന് എങ്ങനെയൊക്കെ അതിനകത്ത് ഇൻ്റർവീൻ ചെയ്യാൻ, അതായത് ഇടപെടാനായിട്ട് സാധിക്കുന്നുണ്ട് നോക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ് 3 മേജർ അപ്രോച്ച് ടു പോവർട്ടി റിഡക്ഷൻ. ഒന്ന് റിലൈങ് ഓൺ ഗ്രോത്ത്, ദെൻ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആൻഡ് ഇൻകം ത്രൂ ക്രിയേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് വർക്ക്, പ്രൊവൈഡിങ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ് ടു ദ പീപ്പിൾ. ഈ 3 രീതി കൂടിയാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത് മക്കളെ, പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാനുണ്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. 3 രീതിയിൽ. ഒന്ന് ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യാനുണ്ട്, ഗ്രോത്തിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പ്രോഗ്രാംസ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിലോ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ ബേസിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇൻകം കൂട്ടാനായിട്ട് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ടൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോഗ്രാംസ് പോളിസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. മൂന്നാമത്തെയാണ് എന്താ, മിനിമം ബേസിക് കമ്മ്യൂണിറ്റീസ് കിട്ടാനായിട്ടുള്ള രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാം, പോളിസീസ് പ്രോഗ്രാംസ് ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളത്. അതിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിനടുത്തതാണ് ലിസ്റ്റ് ഡൗൺ ദ മേജർ കാറ്റഗറൈസേഷൻ ഓഫ് പോവർട്ടി. ഇത് അങ്ങോട്ട് നോക്കിയാൽ മതി. ഈ ഗ്രാഫ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് നോക്കിയാൽ മതി. ഓൾവേസ് പൂർ ഉണ്ട്. ഓൾവേസ് പൂർ എന്ന് പറയുമ്പോൾ ഇത് ആ ലൈൻ കണ്ടല്ലോ മക്കളെ, ആ പോർട്ട് ലൈനാണ്. ആ പോർട്ട് ലൈൻ എപ്പോഴും താഴെയായിരിക്കും അവർ ഇതായിരിക്കും ആ സംഭവം പറയുന്നത്. അതിങ്ങനെ കൂടി വരുന്നുണ്ടെങ്കിലും പിന്നെ താഴ്ന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കും അവർ ഗ്രാഫ് പോവുക. ഓക്കെ, പോവർട്ടി ലൈനിനേക്കാളും താഴെയായിരിക്കും ഇത്. അതുകൊണ്ടാണ് അവർ ഓൾവേസ് പൂർ എന്ന് പറയുന്നത്. യൂഷ്വലി പൂർ എന്ന് പറയുമ്പോൾ എന്താ, ചില സമയത്തൊന്നും കയറി വരാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ പിന്നെയും കൂടുതൽ ടൈം അവരെവിടെയായിരിക്കും, പോവർട്ടിയിലായിരിക്കും. ചേർണിങ് പോറുണ്ട്, ഒക്കേഷണലി പോറുണ്ട്, നെവർ പോറുണ്ട്. ഈ ഗ്രാഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ദെൻ വിച്ച് ആർ ദി സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഏതൊക്കെയാണ്, വേജ് എംപ്ലോയ്മെൻറ്റ് ഏതൊക്കെയാണ് നോക്കിക്കോളണം. സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ SGSY ആണ്. സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരാജ്ഗാർ യോജനയുണ്ട്, പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജനയുണ്ട്, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയുണ്ട്, ദെൻ ജവഹർ റോസ്ഗാർ യോജന, നെഹ്റു റോസ്ഗാർ യോജന, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ 2005 ആയിട്ട് പഠിച്ചാലും നിങ്ങൾക്ക് ഓക്കെയാണ്. 2005 ആയിട്ട് പഠിച്ചാലും മതി, 2005 ആയിട്ട് പഠിച്ചാലും ഓക്കെയാണ്. അടുത്താണ് ലിസ്റ്റ് ഡൗൺ ദ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെൻറ് ടു അലിവിയേറ്റ് പോവർട്ടി. ഫുഡ് സെക്യൂരിറ്റി ആണ് മക്കളെ. ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസിൽ മെയിനായിട്ട് വരുന്ന PDS തന്നെയാണ് കേട്ടോ. PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. അതിലൂടെയാണ് നമുക്ക് ശരിക്കും റേഷൻ ഷോപ്പൊക്കെ വന്നിരിക്കുന്നത്. ദെൻ ICDS ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീംസ് ആണ്. ദെൻ മിഡ് ഡേ മീൽ സ്കീംസ് ഉണ്ട്. ദെൻ അന്നപൂർണ സ്കീമുണ്ട്, അന്ത്യോദയ അന്ന യോജനയുണ്ട്. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത് നോക്കാം. ലിസ്റ്റ് ഡൗൺ ദ മേജർ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്. സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കോ. ആം ആദ്മി ബീമ യോജന. ഇത് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ ബേസിലൊക്കെ വരുന്നതാണ് കേട്ടോ. ആ രീതിയിൽ പഠിച്ചോളാം. ബീമ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഇൻഷുറൻസിൻ്റെ ബേസിൽ വരുന്നതാണ്. ദെൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം ഉണ്ട്, രാഷ്ട്രീയ സ്വസ്തിക ബീമ യോജന, അടൽ പെൻഷൻ യോജന, ജനശ്രീ ബീമ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. അപ്പോൾ ഇത്രയും പോർഷൻസും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. 3 സെക്ഷൻസും സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് ആയിക്കോട്ടെ, ഫുഡ് സെക്യൂരിറ്റി ആയിക്കോട്ടെ, ദെൻ സോഷ്യൽ സെക്യൂരിറ്റി ആയിക്കോട്ടെ, 3 സെക്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് തന്നെ നോക്കി വെച്ചേക്കാം കേട്ടോ. ദെൻ അടുത്തേക്ക് നമുക്ക് പോകാം മക്കളെ.
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സെപ്റ്റംബർ 2021 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആസ് എ മെഷർ ഓഫ് പോവർട്ടി വാസ് യൂസ്ഡ് ബൈ ഹൂം. അപ്പോൾ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്നുള്ളത് ഈ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി തന്നെ വെച്ചോളണം. കാരണം വേറെ ഒന്നുമല്ല, റിപ്പീറ്റഡ് ആണ്. കാണിച്ചു തരാം, നോക്കിക്കോ. ഇതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദാദാഭായ് നവറോജി ആണ്. ദാദാഭായ് നവറോജിയാണ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്ന ഒരു പോവർട്ടി മെഷർ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ്, റിപ്പീറ്റ് ആയിട്ട് വരുന്ന കാര്യം ആയതുകൊണ്ടാണ് അത് പിന്നെയും പറയുന്നത് കേട്ടോ. ഇതിനടുത്ത ദിവസം നോക്കിയോ, ലിസ്റ്റ് ഔട്ട് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പുവർ. ഏതൊക്കെയാണ്? ഇത്രയും കോൺസെപ്റ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. പുവർ ആകാനുള്ള ഒരു റീസൺ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ്, ഒരു പുവറിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയേണ്ടത് കേട്ടോ. ഇതിനടുത്ത ദിവസം നോക്കിയോ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. കോസസ് ഓഫ് പോവർട്ടി, ഇത് ഇത്രയും പോയിന്റ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിനിമം 5 പോയിന്റ് നോക്കിക്കോ മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്, വന്നിരിക്കും. 2021 അടുത്ത ദിവസം നോക്കിയോ, അനലൈസ് ഡിഫറെൻറ്റ് പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് ഏതൊക്കെയാണ് നോക്കുക. സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇത്രയും പോയിന്റ്സ് അവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് നോക്കിക്കോളുക. ദെൻ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പോയിന്റ്സ് പഠിക്കാതെ നിങ്ങൾ പോവരുത് മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റ്സ് ഒരു മിനിമം 5 പോയിന്റ് നിങ്ങൾ അതിനകത്ത് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അടുത്ത ജൂൺ 2022 വന്ന ക്വസ്റ്റ്യൻ ആണ്, ദാദാഭായ് നവറോജി വാസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. കണ്ടല്ലോ, ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു വന്നിരിക്കുന്നത്, ഉൾട്ടടിച്ച് വന്നിരിക്കുന്നതാണ്. ദാദാഭായ് നവറോജി ആയിരുന്നു നേരത്തെ അതിൻ്റെ ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുകയാണ്. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത് നോക്കാം. ഇന്ത്യ അഡോപ്റ്റഡ് എ 3 ഡയമെൻഷണൽ അപ്രോച്ച് ഇൻ പോവർട്ടി എലിവേഷൻ. ആ 3 ഡയമെൻഷൻസ് ഏതൊക്കെയാണ്? അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 3 ഡയമെൻഷൻസ് പറയുമ്പോഴത്തേക്കും റിലൈങ് ഓൺ ഗ്രോത്ത്, എംപ്ലോയ്മെൻറ്റ്, ദെൻ നമ്മുടെ ബേസിക് കമ്മ്യൂണിറ്റീസിൻ്റെ കാര്യങ്ങൾ നമ്മൾ നേരെ തൊട്ട് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാം. ദെൻ അനലൈസ് ദ പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവർട്ടി എലിവേഷൻസ്, ക്രിട്ടിക്കലി അസസ് ദീസ് പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഗ്രാംസ് നോക്കിക്കോ, നമ്മുടെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് കാര്യം പറഞ്ഞു, ഫുഡ് സെക്യൂരിറ്റി കാര്യം പറഞ്ഞു, സോഷ്യൽ സെക്യൂരിറ്റി കാര്യം പറഞ്ഞു. ദെൻ എലിവേഷൻ പ്രോഗ്രാംസ്, ക്രിട്ടിക്കൽ അസസ്മെൻറ്റ് പറയുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് നമ്മുടെ എക്കോണമിയിൽ അഫക്റ്റ് ചെയ്തത്, പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അത് കൃത്യമായിട്ട് നോക്കിക്കോളണം കേട്ടോ. ദെൻ 2023 ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഹു യൂസ്ഡ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ടു ഡിസ്കസ് പോവർട്ടി ലൈൻ ഇൻ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. കണ്ടല്ലോ, മൂന്നാമത്തെ തവണയും ചോദിച്ചിരിക്കുന്നതാണ്. 21, 22, 23 ചോദിച്ചിരിക്കുന്നതാണ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ്. ആരായിരിക്കും മക്കളെ? ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി, ദാദാഭായ് നവറോജി ഈസ് ദി കറക്റ്റ് ആൻസർ. അത് നോക്കാം, ലിസ്റ്റ് എനി 4 കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. 4 കോസസ് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ എത്ര പഠിക്കണ്ടേ? 5 എണ്ണം പഠിച്ചോളണം. 5 എണ്ണം പഠിച്ചോളണം, 4 എണ്ണം എഴുതിയാൽ മതി ഇതിനകത്ത്. ഓക്കെ, ദെൻ ഗവൺമെൻറ് അഡോപ്റ്റഡ് എ 3 ഡയമെൻഷണൽ അപ്രോച്ച് ടുവേർഡ്സ് പോവർട്ടി എലിവേഷൻ ഇന്ത്യ. വാട്ട് ആർ ദി 3 അപ്രോച്ചസ്? 3 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റിലൈങ് ഓൺ ഗ്രോത്ത് ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് കാര്യം പറയുന്നുണ്ട്, ദെൻ ബേസിക് കമ്മ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. അത് 3 പറയുന്നത്. അനലൈസ് ദം. ഓക്കെ, ദെൻ അത് നോക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ് 3 മേജർ അപ്രോച്ചസ്. ഏതൊക്കെയാണ് ഇവിടെ പറയുന്നുണ്ട്? റിലൈങ് ഓൺ ഗ്രോത്ത്, എംപ്ലോയ്മെൻറ്റ് കാര്യം പറയുന്നു, ദെൻ പ്രൊവൈഡിങ് കമ്മ്യൂണിറ്റീസ്, മിനിമം ബേസിക് കമ്മ്യൂണിറ്റീസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ദെൻ മാർച്ച് 2024 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ദ പോവർട്ടി ഇറാഡിക്കേഷൻ വിങ് ഓഫ് കേരള. ഇതിനകത്ത് പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് കേരളയിലുള്ള ഒരു വിങ് ആണ് ഈ പറയുന്ന കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത്. കുടുംബശ്രീ മിഷൻ. ഓക്കെ, ദെൻ വാട്ട് ഈസ് പോവർട്ടി ലൈൻ? പോവർട്ടി ലൈൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് മക്കളെ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ കീ ഏരിയാസ് പറഞ്ഞപ്പോഴേ ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യമാണ് പോവർട്ടി ലൈൻ എന്താണെന്ന് പഠിച്ചു വെച്ചേക്കുക എന്നുള്ളത്. അപ്പോൾ 2 മാർക്ക് നിങ്ങൾക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. 2 മാർക്ക്. അപ്പോൾ എന്താണ് പോവർട്ടി ലൈൻ എന്ന് വെച്ചാൽ 2 മാർക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് എൻ ഇമാജിനറി ലൈൻ ദാറ്റ് ഡിവൈഡ്സ് ദ പോപ്പുലേഷൻ ആസ് പുവർ ആൻഡ് നോൺ പുവർ. അങ്ങനെ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് എടുക്കുകയാണ്. ചാപ്റ്റർ 6 വരാണ് മക്കളെ. റൂറൽ ഡെവലപ്മെൻറ്റ് കുറച്ചധികം കാര്യങ്ങൾ ഈ ചാപ്റ്ററിലേക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കീ ഏരിയസ് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ, നോക്കി വെച്ചോ. റൂറൽ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കുക. ഹൗ വി ക്യാൻ അച്ചീവ് റൂറൽ ഡെവലപ്മെൻറ്റ് ഓർ ഹൗ വി ക്യാൻ ഡെവലപ്പ് റൂറൽ ഏരിയാസ്. അപ്പോൾ റൂറൽ ഏരിയയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ ഒരു അച്ചീവ്മെൻ്റ് ആണ്. ഓക്കെ, ഇതിനടുത്ത് നോക്കാം. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഫാർമേഴ്സ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിൽ ഫാർമേഴ്സ് ഫേസ് ചെയ്ത പ്രോബ്ലംസ് ഏതൊക്കെയാണ്? ദെൻ റൂറൽ ക്രെഡിറ്റിൻ്റെ നീഡ് എന്താണ്? ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് അവിടെ ക്രെഡിറ്റ് അവൈലബിൾ ആണ്? ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ലോൺ ആണ് പറയുന്നത് കേട്ടോ. ടൈപ്സ് ഓഫ് സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ഉണ്ട്, 2 എണ്ണം ഉണ്ട്. ഒന്ന് റൂറൽ ക്രെഡിറ്റും അതുപോലെ നമ്മുടെ അർബൻ ക്രെഡിറ്റ് ആണ് വരുന്നത്. ഈ റൂറൽ ക്രെഡിറ്റ് പറയുമ്പോഴത്തേക്കും കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, നബാർഡ് ഉണ്ട്, ദെൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഉണ്ട്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, അതുപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്ക്സ് ഉണ്ട്.
ടൈപ്സ് ഓഫ് സോഴ്സ് ഓഫ് ക്രെഡിറ്റ് പറയുമ്പോൾ ഒന്ന് സോഴ്സ് ഓഫ് ക്രെഡിറ്റ്, അതായത് മെയിൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഉണ്ട്, ദെൻ അതുപോലെ തന്നെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഉണ്ട്. അതാണ് നമ്മുടെ മണി ലെൻഡേഴ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. മണി ലെൻഡേഴ്സ് ഉണ്ട്, എന്താ നമ്മുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ട്രേഡേഴ്സ്, അതൊക്കെ നമ്മുടെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ടുള്ള ക്രെഡിറ്റ് സോഴ്സസ് ആണ്. മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് സോഴ്സ് ആണ് ഈ പറയുന്ന ഈ 5 എണ്ണങ്ങൾ: കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, നബാർഡ്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, അതായത് SHGs, ദെൻ RRBs. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ഉള്ളതാണ്. ദെൻ ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് റൂറൽ ബാങ്കിങ്, ദെൻ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ക്രിട്ടിക്കൽ അപ്രൈസൽ എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങളുടെ ആൻസറിൽ വരേണ്ട 2 കാര്യമാണ്, പോസിറ്റീവ് ആയിട്ടുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ളത്. അതിനകത്ത് കൃത്യമായിട്ട് വന്നോളണം മക്കളെ. അടുത്താണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റാർ ഇട്ട് വെച്ചോ. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം, ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ സെല്ല് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലം, ഒരു ഏരിയ ആണ് ഈ പറയുന്ന അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് മെഷേഴ്സ് എന്തൊക്കെയാണ്? ഈ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. എമർജൻസി ഓഫ് ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്നി മന്തി, ഹദാസ്പർ മന്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ, ഉഴവ സാൻഡീസ്, അതൊക്കെ കൃത്യമായിട്ട് നോക്കിക്കോളണം കേട്ടോ. ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ അഗ്രികൾച്ചർ സെക്ടർ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ക്രോപ്പ് പ്രൊഡക്ഷൻ ആണ്, പിന്നെ ഒന്ന് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റീവ് ഓർ നോൺ ഫാം ഓർ അലൈഡ് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിനെ ഡൈവേഴ്സിഫൈ ചെയ്യാനുണ്ട്. ഡൈവേഴ്സിഫൈ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല മക്കളെ, അതിൻ്റെ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കുക. 2 രീതിയിലുണ്ട്. ഒന്ന് എന്താ? ക്രോപ്പ് പ്രൊഡക്ഷൻ ആണ്, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആണ്. മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ഒക്കെ ഇല്ല മക്കളെ, സെയിം ലാൻഡ് ഏരിയയിൽ തന്നെ ഒന്നിൽ കൂടുതൽ ക്രോപ്പ് അവിടെ എന്ത് ചെയ്യുക, കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ അലൈഡ് ആക്ടിവിറ്റീസ്, അഗ്രികൾച്ചർ ഡയറക്റ്റ് അഗ്രികൾച്ചർ ചെയ്യാതെ, ഫാമിംഗ് ചെയ്യാതെ അതുമായി റിലേറ്റ് ചെയ്യുന്ന നമ്മുടെ ഹോർട്ടിക്കൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, ഫിഷിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത് കേട്ടോ. അത് നോക്കി വെച്ചോളണം, അത് ആ പോയിന്റ് മാത്രമായിട്ട് നോക്കിയാൽ മതി. പിന്നെ ഉള്ള ടൈപ്സ് ഓഫ് നോൺ ഫാം ആക്ടിവിറ്റീസ് ആണ് ഏതൊക്കെ? അനിമൽ ഹസ്ബൻഡറിയുടെ കാര്യം പറഞ്ഞു, അതർ ഓൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ് ഓപ്ഷൻസ് കാര്യം പറയുന്നുണ്ട്, ഹോർട്ടിക്കൾച്ചർ, ദെൻ ഫിഷറീസ് കേട്ടോ. ദെൻ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജീസ്, ഈ പറയുന്ന അഗ്രികൾച്ചർ സ്ട്രാറ്റജീസിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് അവിടെ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. അതിനകത്തുള്ള ഒരു കോൺസെപ്റ്റാണ്. ദെൻ മെയിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട, 100% ചാൻസ് ഉള്ള ഒരു സംഭവമാണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. അത് എന്താണെന്ന് പഠിക്കണം, അതിൻ്റെ ബെനിഫിറ്റ്സ് പഠിക്കണം, ലിമിറ്റേഷൻസ് പഠിച്ചോളാം. ഓക്കെ. ദെൻ ഇനീഷ്യേറ്റീവ്സ് മെയ്ഡ് ബൈ ഗവൺമെൻറ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കോ 5 മാർക്കൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള പോളിസി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ കിസാൻ ക്രെഡിറ്റ് കാർഡാണ്, KCC. ദെൻ റീഹാബിലിറ്റേഷൻ പാക്കേജ് ഫോർ ദ സഫറിംഗ് ഫാമേഴ്സ്, ദെൻ റൈറ്റിംഗ് ഓഫ് ദ ലോൺസ്, ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ അഗ്രികൾച്ചറൽ ലോൺസ്. മെയിൻ പോയിന്റ്സ് ആണ് ഈ 3 പോയിന്റ്സ് ആയിട്ട് പറയുന്നത്. 3 അല്ല, 1 2 3 4 പോയിന്റ്സ് ഉണ്ട്. 4 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 4 മാർക്കിന് മിനിമം പഠിച്ചു വെച്ചോ. കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് നോക്കുക, റീഹാബിലിറ്റേഷൻ പാക്കേജ് നോക്കുക, അത് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. ദെൻ റൈറ്റിംഗ് ഓഫ് ദ ലോൺസ്, അതായത് കടങ്ങളെ എഴുതി തള്ളുക എന്നുള്ളത്. ദെൻ കുറഞ്ഞ പലിശ നിരക്കിൽ എന്ത് ചെയ്യുക, ലോൺസ്, അതായത് കടം കൊടുക്കുക എന്നുള്ളതും അടുത്തൊരു പോളിസി ആയിട്ട് പറയുന്നതാണ് കേട്ടോ, ഇനിഷ്യേറ്റീവ് ആയിട്ട് പറയുന്നതാണ്. ദെൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിസ്കസ് ദ മേജർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ഫാമേഴ്സ് ഇൻ റൂറൽ ഏരിയാസ് ആണ്. ഏതൊക്കെയായിരിക്കും നോക്കുക. ഇനി അടിക്കടി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, കുറച്ചധികം പോയിന്റ്സ് ഞാൻ ഇത് വായിച്ചു നോക്കുന്നത്, നിങ്ങൾ തന്നെ നോക്കി പോയാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം നോക്കുക, എന്നിട്ടൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ വേണമെങ്കിൽ എല്ലാ പോയിന്റ്സ് നിങ്ങൾ എന്നെ മൈൻഡിലൊന്ന് പറഞ്ഞു നോക്കാം മക്കളെ. അതിനുശേഷം മാത്രം നിങ്ങൾ ഞാൻ ഈ കാണിച്ചു തരുന്ന പോയിന്റിലേക്ക് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള സെഷൻ തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. Then why is it necessary to provide rural credit through institutional finance? ഞാൻ പറഞ്ഞില്ലേ 2 ടൈപ്സ് ഓഫ് സോഴ്സ് ആണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ് ആണ്, പിന്നെ ഒന്ന് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്ന നബാർഡ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അതുപോലെ തന്നെ RRB, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഒക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത്രയും പോയിന്റ്സ് ആണ് അവിടെ എഴുതി വയ്ക്കേണ്ടത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ജനറൽ ടൈപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. Then farmers face several problems while selling their produce in the agriculture market. What were the measures taken by the government to reduce this problem? Important ആണ്. പഠിച്ചു വെച്ചോളണം മക്കളെ. ഇത്രയും പോയിന്റ്സ് ഇവിടെ നേരെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തരുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ഓരോ പോയിന്റ്സും വായിക്കുക എങ്ങനെയാണ്. അപ്പോൾ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനുള്ള രീതിയിൽ, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഏരിയാസിലും ഒരു കൺട്രോൾ കൊണ്ടുവരിക. ഗവൺമെൻറ് അവിടെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്താൽ തന്നെ അഗ്രികൾച്ചർ മാർക്കറ്റ് കുറേ കൂടി ഒന്ന് എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ആയിക്കോളും. സോ എല്ലാം കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. ദെൻ
വളരെ ഷോർട്ട് നോട്ട് ഓൺ ദ ഇനീഷ്യേറ്റീവ്സ് മെയ്ഡ് ബൈ ദി ഗവൺമെൻറ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. KCC ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ചുകൂടി ഒന്ന് എലാബറേറ്റ് എഴുതി കാണിക്കുന്നതാണ്. KCC എന്താണെന്ന് നോക്കുക. ദെൻ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ദ അഗ്രികൾച്ചർ ലോൺസ്, ദെൻ അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ പാക്കേജിൻ്റെ കാര്യം പറയുന്നുണ്ട്, റൈറ്റിംഗ് ഓഫ് ദ ലോൺസ്. ഓക്കെ അല്ലേ? ദെൻ പ്രീവിയസ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം മക്കളെ. മാർച്ച് 2020 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. A system of farming that restores, maintains and enhances ecological balance. ഏതൊക്കെയായിരിക്കും അത് വരുന്നത്? ഓർഗാനിക് ഫാമിംഗ് ആയിരിക്കും. അപ്പോൾ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടത് എന്തായിരിക്കണം? ട്രഡീഷണൽ മെത്തേഡിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അഗ്രികൾച്ചറിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഓർഗാനിക് ഫാമിംഗ്. അപ്പോൾ അതിന് കുറേ പോസിറ്റീവായിട്ടുള്ളതും എന്നാൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ പറയുന്ന ഓർഗാനിക് ഫാമിംഗ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് ഓർഗാനിക് ഫാമിംഗ്. ഓക്കെ, ഈ നെഗറ്റീവ് അതായത് അതിൻ്റെ ഡീമെറിറ്റ് എന്നുള്ള രീതിയിൽ അധികം പോയിന്റ്സ് ഞാനത് പഠിക്കാനില്ല, കാരണം കൂടുതലും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നോക്കി വെച്ചോളണം കേട്ടോ. അതെ, 2021 ക്വസ്റ്റ്യൻ ആണ്. ഓർഗാനിക് ഫാമിംഗ് ഗെറ്റ്സ് മോർ ഇമ്പോർട്ടൻസ് ഇൻ ദ പ്രസന്റ് ഡേ വേൾഡ് ഗിവൻ ഈ 3 റീസൺസ്. പറഞ്ഞല്ലോ, ബെനിഫിറ്റ്സ് അങ്ങോട്ട് എഴുതിയാൽ മതി. 3 റീസൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ അതിലും കൂടുതൽ പോയിന്റ്സ് തരുന്നുണ്ട് കേട്ടോ. ഒരു 1, 2, 3, 4, 5 പോയിന്റ്സ് ആണ് തന്നിട്ടുണ്ട് മക്കളെ. 5 പോയിന്റ്സ് നിങ്ങൾ നോക്കി വെച്ചേക്കുക, എന്തായാലും വന്നിരിക്കും. ഷോർട്ട് നോട്ടായിട്ടും ഓർഗാനിക് ഫാമിംഗ് നിങ്ങളോട് ചോദിക്കാം. എന്താണ് ഓർഗാനിക് ഫാമിംഗ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്, അതെല്ലാം ചോദിക്കാം മക്കളെ. അടുത്ത ദിവസം നോക്കിയാൽ 2022 ജൂണിൽ വന്നിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. ലിസ്റ്റ് 2 ലൈവ്ലിഹുഡ് ഓപ്ഷൻസ് ഫോർ ദി റൂറൽ പീപ്പിൾ അതർ ദാൻ അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ അല്ലാതെ റൂറൽ ഏരിയയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് തൊഴിലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 4 എണ്ണം ഉണ്ട്. ഹോർട്ടിക്കൾച്ചർ, അനിമൽ ഹസ്ബൻഡറി ചെയ്യാം, ഫിഷറീസ് ചെയ്യാം. അതിൽ ഓൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ് ഓപ്ഷൻസ് അവർക്ക് അവൈലബിൾ ആണ്. ദെൻ മെൻഷൻ 4 മെഷേഴ്സ് ദാറ്റ് വർ ഇനിഷ്യേറ്റഡ് ടു ഇംപ്രൂവ് ദി അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള 4 മെഷേഴ്സ് ഏതൊക്കെയാണ്? KCC, ദെൻ റീഹാബിലിറ്റേഷൻ പാക്കേജ്, ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ലോൺസ്, റൈറ്റിംഗ് ഓഫ് ദി ലോൺസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ പിന്നെയും സ്റ്റാർ കൊടുത്ത് പഠിച്ചോ, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോ. ഇമ്പോർട്ടൻ്റ് ആണ്, വെറുതെ ആയി പോവില്ല മക്കളെ ഈ പഠിക്കുന്നൊന്നും. ദെൻ മാർച്ച് 2023 വന്നിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഹോർട്ടിക്കൾച്ചർ റിലേറ്റഡ് ടു ഡാഷ്. ഹോർട്ടിക്കൾച്ചർ ആണ് മക്കളെ. ഏതായിരിക്കും ആൻസർ വരുന്നത്? പ്രൊഡക്ഷൻ ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ് എക്സെട്ര. ഇതാണ് നമ്മുടെ ഹോർട്ടിക്കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. നോക്കി വെച്ചോളണം. Then what are the 2 aspects of diversification of agriculture produce activities? 2 എണ്ണം ഡൈവേഴ്സിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞില്ലായിരുന്നോ? ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റീവ് ഓർ നോൺ ഫാം ഓർ അലൈഡ് ആക്ടിവിറ്റീസ്. 2023 അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. വാട്ട് ഡു യു മീൻ ബൈ ദ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം? അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നോക്കുക, അതിൻ്റെ മെഷേഴ്സ്. ആ അഗ്രികൾച്ചറൽ മാർക്കറ്റിങ്ങിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്ത മെഷേഴ്സ് ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് അടുത്ത് പറയേണ്ടത്. എന്താണെന്ന് നോക്കിയോ. ഇറ്റ് ഇൻവോൾവ്സ് അസംബ്ലിംഗ്, സ്റ്റോറേജ്, പ്രോസസ്സിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, പാക്കിംഗ്, ഗ്രേഡിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ്. ഈ സംഭവമാണ് പഠിച്ചാൽ മതി കേട്ടോ. അതാണ് എൻ്റെ ഡെഫിനിഷൻ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ. ഓക്കെ, ഇനിഷ്യേറ്റീവ്സ് ചെയ്യാൻ 4 പോയിന്റ് പിന്നെയും പറയാണ്. KCC, റീഹാബിലിറ്റേഷൻ, ലോ ഇൻട്രസ്റ്റ് റേറ്റ്, റൈറ്റിംഗ് ഓഫ് ദ ലോൺസ്. 2024 വരാൻ മകളെ ലാസ്റ്റ് റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇൻക്രീസ് ഇൻ ദി മിൽക്ക് പ്രൊഡക്ഷൻ ഈസ് റിലേറ്റഡ് ടു എന്തായിരിക്കും മക്കളെ? ഇൻക്രീസ് ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ വരുന്നത് എന്താ? ഗോൾഡൻ റെവല്യൂഷൻ ഉണ്ട്, ഓർഗാനിക് ഫാമിംഗ് ഉണ്ട്, ഓപ്പറേഷൻ ഫ്ലഡ് ഉണ്ട്, ലാൻഡ് സീലിംഗ് ഉണ്ട്. കറക്റ്റ് ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്പറേഷൻ ഫ്ലഡ് ആണ്. ഓക്കെ, ദെൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദി ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചുള്ള ഷോർട്ട് നോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഷോർട്ട് നോട്ടാണ്. എന്താണ് ഓർഗാനിക് ഫാമിംഗ്? അങ്ങോട്ട് തട്ടി വിട്ടേക്കാം. ഓക്കെ അല്ലേ? മിനിമം 4 മാർക്ക് മുതൽ ചോദിക്കുന്നതാണ് ഈ സംഭവം കേട്ടോ. അതെന്തൊക്കെയാണ് നോക്കാം. ഇറ്റ് യൂസസ് ഓൺലി ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, ഇറ്റ് ഈസ് എക്കോ ഫ്രണ്ട്ലി, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, ഇറ്റ് ഈസ് എ ഹോൾ സിസ്റ്റം ഓഫ് ഫാമിംഗ് ദാറ്റ് റീസ്റ്റോർസ്, മെയിൻറ്റെയിൻസ് ആൻഡ് എൻഹാൻസസ് ദി ഇക്കോളജിക്കൽ ബാലൻസ്. അതുകൊണ്ട് തന്നെയാണ് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ഷുവറാണ്, 100% ഷുവറായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു വയ്ക്കാം മക്കളെ. ഷുവറാണ്, ഉറപ്പാണ്, വന്നിരിക്കും. 2024 അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. വാട്ട് ഡു യു മീൻ ബൈ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് and list some examples for alternative channels available for agricultural marketing. എന്താണെന്ന് ആദ്യം പറയാം, അത് റിപ്പീറ്റഡ് ആണ് കേട്ടോ. ദെൻ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ചാനൽസ് ഇവിടെ ഉള്ളുണ്ട്. അപ്നി മന്തി, ഹദാസ്പർ മന്തി, ഋതു ബസാർ, ഉഴവർ സാൻഡീസ്. അപ്പോൾ അത് ഓരോന്നും ഏതൊക്കെ സ്റ്റേറ്റിൽ വരുന്നതാണെന്ന് കൂടി കൃത്യമായിട്ട് നോക്കിക്കോളാം. ഏതൊക്കെ പ്ലേസിലാണ് അങ്ങനെയുള്ള മന്തീസ്, അതായത് ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസ് അവൈലബിൾ ആയിട്ടുള്ളത് കൂടി നോക്കി വെച്ചേക്കണം കേട്ടോ. ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കണം മക്കളെ. ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വന്നിരിക്കുകയാണ്. എംപ്ലോയ്മെന്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. നോക്കാം.
കീ ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കോ. എംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് പഠിക്കണം, അതിൻ്റെ ഇമ്പോർട്ടൻസ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, GDP എന്താണ്, അതുപോലെ തന്നെ GNP എന്താണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കുക, നെറ്റ് എക്സ്പോർട്ട് എന്താണെന്ന് നോക്കുക. അതായത് എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, ഇതാണ് നമ്മുടെ ഈ പറയുന്ന നെറ്റ് എക്സ്പോർട്ട്. ഓക്കെ അല്ലേ. നെറ്റ് എക്സ്പോർട്ട് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് മക്കളെ, ഇമ്പോർട്ട് കൂടുതലായിരിക്കും. ഇനി നെറ്റ് എക്സ്പോർട്ട് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അവിടെ എക്സ്പോർട്ട് കൂടുതലായിരിക്കും എന്നുകൂടി ഓർത്ത് വെച്ചേക്കുക. കാറ്റഗറൈസേഷൻ ഓഫ് വർക്കേഴ്സ് ആണ് മെയിനായിട്ട് 3 രീതിയിൽ നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സെൽഫ് എംപ്ലോയ്ഡ് വർക്കേഴ്സ്, കാഷ്വൽ വേജ് വർക്കേഴ്സ്, റെഗുലർ സാലറീഡ് വർക്കേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 കാറ്റഗറൈസേഷനും. സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം, ഒരുമിച്ച് കാറ്റഗറൈസേഷൻ ഓഫ് വർക്കേഴ്സ് എന്ന രീതിയിൽ കമ്പൈൻഡ് ആയിട്ട് 3 ഒരുമിച്ച് നിങ്ങളോട് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ട് തന്നെ വെച്ചോ. ദെൻ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ, അതിൻ്റെ ഇക്വേഷനും പഠിച്ചോളൂ മക്കളെ. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ വേറെ ഒന്നുമില്ല, നമ്മുടെ എക്കോണമി, നമ്മുടെ കൺട്രിയിൽ എത്ര പേര് വർക്കിംഗ് ആണ്, എത്ര പേര് വർക്കേഴ്സ് ആണെന്ന് പറയുന്നതാണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോയിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചോളണം. ദെൻ അടുത്താണ് റീസൺസ് ഫോർ ദ റൂറൽ അർബൻ ഡിഫറൻസസ് ഇൻ എംപ്ലോയ്മെൻറ്റ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് പാർട്ടിസിപ്പേഷനിൽ റൂറൽ അർബൻ ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് കൃത്യമായിട്ട് നോക്കേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കമ്പാരിസൺ നിങ്ങൾ എന്തായാലും വരാൻ ചാൻസ് ഉള്ളതാണ്. ദെൻ റീസൺ ഫോർ ദ ലോവർ വർക്ക് പാർട്ടിസിപ്പേഷൻ ബൈ വിമൻ, വിമൻ്റെ ഈ വർക്കർ പാർട്ടിസിപ്പേഷനിൽ അവരുടെ റീസൺസ്. അപ്പോൾ ലോവർ പാർട്ടിസിപ്പേഷൻ ആണ് അവിടെ ആക്ച്വലി വരുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. വിമൻ ഫേസ് ചെയ്യുന്ന കുറേ അട്രോസിറ്റീസ്, പ്രോബ്ലംസ് ഇല്ല മക്കളെ. സ്ത്രീകൾ അവരുടെ എൻവയോൺമെൻറ്റ് സിറ്റുവേഷനിൽ ഫേസ് ചെയ്യുന്നത്, ഇൻകത്തിൻ്റെ ബേസിലുള്ളത്, സെയിം ഇൻകം അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അതായത് സെയിം വർക്ക് ചെയ്യുന്ന മെന്നിനും ഫീമെയിലിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻകം ആയിരിക്കും ചിലപ്പോൾ അവർ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ പറയുന്ന അവരുടെ ഒരു പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത്. അതൊക്കെ കൃത്യമായിട്ട് നോക്കിക്കോളാം. റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ദെൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി, 8 കൃത്യമായിട്ടുണ്ട്. ഈ 8 3 ഹെഡിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ദെൻ ടെർഷ്യറി സെക്ടർ. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ബേസിൽ 1 മാർക്കിൻ്റെ MCക്ക് നിങ്ങൾക്ക് എന്തായാലും ചോദ്യം വരും കേട്ടോ. MCക്ക് 1 മാർക്കിൻ്റെ ഏത് സെക്ടറിൽ ബേസ് ചെയ്യുന്നതാണ് ഓരോ ആക്ടിവിറ്റീസ് കാര്യം പറയുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ബൈ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമിയാണ്. ഓരോ സെക്ടേഴ്സിലും എത്രത്തോളം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ ആ ഒരു പൈ ഡയഗ്രം വരച്ച് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കി വെച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ അത് ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ഈ ചാപ്റ്ററിൽ ടേബിൾ അടക്കം കൊടുത്തിട്ടുണ്ട് മക്കളെ. ആ ടേബിൾ നിങ്ങൾ നോക്കി പോകണം കേട്ടോ. അടുത്താണ് ഗ്രോത്ത് ആൻഡ് ചേഞ്ചിങ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത്, അതുപോലെ തന്നെ ചേഞ്ചിങ് സ്ട്രക്ചർ കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. ജോബ്ലെസ് ഗ്രോത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമില്ല ജോബ്ലെസ് ഗ്രോത്ത്, അതിവിടെയാണ് മെയിനായിട്ട് വരുന്നത്. കൃത്യമായിട്ട് നോക്കിക്കൊള്ളണം. അതുപോലെ തന്നെയുള്ളതാണ് ക്യാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. 1 മാർക്കല്ല, 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ചോദിച്ചിരിക്കും. ഈ 3 ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചിരിക്കും. മിനിമം 1 എന്തായാലും ചോദിക്കും കേട്ടോ. ജോബ്ലെസ് ഗ്രോത്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മക്കളെ. എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരാതെ പ്രൊഡക്ഷൻ അവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ജോബ്ലെസ് ഗ്രോത്ത്. അതുകൊണ്ടാണ് അവിടെ ഗ്രോത്ത് സംഭവിച്ചിരിക്കുന്നത്, പക്ഷേ ജോബ് ലെസ് ആണ്. ഇനി ക്യാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി 3 കാറ്റഗറീസ് പഠിച്ചില്ലേ. സെൽഫ് എംപ്ലോയ്ഡ്, റെഗുലർ സാലറീഡ്, കാഷ്വൽ വേജ്. അപ്പോൾ ഈ റെഗുലർ സാലറിയിൽ നിന്നും സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നിന്നും നേരെ കാഷ്വൽ വേജിലേക്ക് ആൾക്കാർ ജോബ് തിരഞ്ഞെടുക്കുന്നതാണ് ക്യാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സിൻ്റെ കാര്യം പറയുന്നത്. ദെൻ ഇൻഫോർമലൈസേഷൻ പറയുമ്പോഴത്തേക്ക് മക്കളെ നമുക്ക് 2 കാറ്റഗറൈസേഷൻസ് ഉള്ളത് ടൈപ്സ് ഓഫ് വർക്കിൽ. ഒന്ന് പറയുന്നത് എന്താ, ഈ പറയുന്ന ഫോർമൽ സെക്ടർ ഉണ്ട്, ദെൻ ഇൻഫോർമൽ സെക്ടർ ഉണ്ട്. ഫോർമൽ സെക്ടർ എന്ന് പറയുന്നതാണ് റെഗുലേറ്റഡ്, അതായത് ഹൈ സാലറി ഉള്ള, ജോബ് സെക്യൂരിറ്റി ഉള്ള, ബെറ്റർ ആയിട്ടുള്ള, എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയൽ ആയിട്ടുള്ള ജോബാണ് നമ്മുടെ ഫോർമൽ സെക്ടറിൽ കൊടുക്കുന്നത്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒട്ടും ജോബിന് സെക്യൂരിറ്റി ഉണ്ടാവില്ല. എപ്പോൾ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പിരിച്ചുവിടാം. സാലറി ആണെങ്കിൽ കുറവായിരിക്കും, വർക്കിംഗ് അവേഴ്സ് ചിലപ്പോൾ കൂടുതലായിരിക്കും. അതാണ് ഇൻഫോർമൽ സെക്ടർ. പക്ഷേ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർമൽ സെക്ടറിനേക്കാളും കൂടുതൽ ആൾക്കാരും വർക്ക് ചെയ്യുന്നത് ഇൻഫോർമൽ സെക്ടറിലായിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത് ഇൻഫോർമലൈസേഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സ്. ഇത് 3 കൃത്യമായിട്ട് പഠിച്ചോളാം മക്കളെ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 3 ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ സാറാനായിട്ട് എടുത്തുന്നുണ്ട്. ഇതിനടുത്താണ് 2 കാറ്റഗറീസ് ഓഫ് വർക്ക് ഫോഴ്സ് ഇൻ ഇന്ത്യ. 2 കാറ്റഗറീസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏതൊക്കെയാണ്, ഫോർമൽ സെക്ടർ അതുപോലെ തന്നെ ഇൻഫോർമൽ സെക്ടർ. അപ്പോൾ ഫോർമൽ സെക്ടർ എന്ന് പറയുമ്പോൾ ഓർഗനൈസ്ഡ് സെക്ടറാണ്, ഇൻഫോർമൽ എന്ന് പറയുമ്പോഴത്തേക്കും അൺഓർഗനൈസ്ഡ് ആണ്. കൃത്യമായിട്ട് പഠിച്ചോളാം. Then problems faced by the workers in the informal or unorganized sector.
ചോദിച്ചിരിക്കും മക്കളെ. 100% ഞാൻ നിങ്ങൾക്ക് അടുത്ത ഒരു പ്രയോറിറ്റി തരാണ്. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി വർക്കേഴ്സ് ഇൻ ദ ഇൻഫോർമൽ ഓർ അൺഓർഗനൈസ്ഡ് സെക്ടർ. ജോബിൻ്റെ കാര്യത്തിലുള്ള ഇൻസെക്യൂരിറ്റി പറയാം നിങ്ങൾക്ക്, ലോങ് വർക്കിംഗ് അവേഴ്സ് പറയാം, എപ്പോഴും ലീവ് എടുക്കാനായിട്ട് പറ്റില്ല, ലീവിന് റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് ബെനിഫിറ്റ്സോ അതുപോലെ തന്നെ ഒരു ഇൻസെൻറ്റീവ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇൻഫോർമൽ സെക്ടറിൽ കാര്യമായിട്ട് ഉണ്ടാകാറില്ല. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യാം, പിരിച്ചു വിടാം എന്നുള്ള കോൺസെപ്റ്റ് കൂടി ഓർത്ത് വെച്ചോളണം. അടുത്താണ് അൺഎംപ്ലോയ്മെൻറ്റ്. അൺഎംപ്ലോയ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അൺഎംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കാം, അതിൻ്റെ ടൈപ്സ് ചോദിക്കാം. ഏതൊക്കെയാണ് ടൈപ്സ് വരുന്നത്? ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട്, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 പോയിന്റ്സ് പറയുമ്പോഴും ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണോ അൺഎംപ്ലോയ്മെൻറ്റ് പഠിച്ചിട്ടുള്ളത്, അൺഎംപ്ലോയ്മെൻറ്റ് നിങ്ങൾ എന്താണോ പഠിച്ചത് അതിൻ്റെ സെയിം ഡെഫിനിഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഡിസ്ഗൈസ്ഡ് എന്താണ്, സീസണൽ എന്താണ്, സ്ട്രക്ചറൽ എന്താണ് പഠിച്ചോളണം, ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കാം, ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ചോദിക്കാം. ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ദെൻ ഗവൺമെൻറ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ ഭാഗമായിട്ട് പബ്ലിക് സെക്ടറിൻ്റെ കാര്യത്തിൽ അവർ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം ഓർത്ത് വെച്ചോണം. ഡയറക്റ്റ് മെഷറും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെഷർ കാര്യങ്ങളാണ് പറയുന്നത്. അതർ മെഷേഴ്സ് കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങളുണ്ട്: ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, അതർ മെഷർ. ഈ കാര്യങ്ങളിൽ നമുക്ക് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഇത് നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പോവർട്ടി എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സെൽഫ് എംപ്ലോയ്മെൻറ്റ് കാര്യം പറഞ്ഞിട്ടില്ലേ, സെൽഫ് എംപ്ലോയ്ഡ് പ്രോഗ്രാം, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ്, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്. ഇതിനകത്ത് ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന നമ്മുടെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് ഇല്ലേ, അത് അങ്ങോട്ട് പഠിച്ചാൽ മതി. അതിൻ്റെ മെയിൻ സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്താലും ഓക്കെയാണ്. MGNREGA മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, അതാണ് ഇവിടെ വരേണ്ട സംഭവം. ഓക്കെ, ഇതിനടുത്ത് പറയുന്നത് മെയിൻ ക്വസ്റ്റ്യൻസ് ആണ്. ബൈ കൺസിഡറിംഗ് ദ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ബേസ്ഡ് ഓൺ ജെൻഡർ, പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ഈസ് മച്ച് ലോ. ഡിസ്കസ് ദ റീസൺ. അപ്പോൾ വിമൻ്റെ പാർട്ടിസിപ്പേഷൻ അവിടെ വളരെയധികം കുറവാണ്. എന്താണ് റീസൺ? ഞാൻ നേരത്തെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു തന്നായിരുന്നു. ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഡിസ്കറേജ് ചെയ്യുന്നു, ഫാമിലി മെമ്പേഴ്സ് ഡിസ്കറേജ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ലെസ് ലിറ്ററസി ആയിട്ടുണ്ട്, കമ്പാരിറ്റീവ്ലി ലെസ് ലിറ്ററസിയാണ്, എഡ്യൂക്കേഷനുകൾക്ക് വളരെയധികം കുറവായിരിക്കും. ലെസ് സെക്യൂരിറ്റി ഇൻ ദ വർക്ക് പ്ലേസ്, ലെസ് വേജ്, അതുപോലെ തന്നെ കുക്കിംഗ് ചൈൽഡ് കെയർ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർക്ക് അധികം സമയം കിട്ടണമെന്നില്ല. ഇത് ഇവരുടെ തന്നെ പണിയാണ്, ഇവരുടെ ജോലിയാണ്, ഇത് ഇവർ ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു മൈൻഡ് കൂടി അവിടെ വരുന്നതാണ്. ഇതൊക്കെയാണ് അവിടെ വരുന്നത് കേട്ടോ. ദെൻ സ്വീപ്പിംഗ്, കുക്കിംഗ്, വാഷിംഗ് ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ ചെയ്യുന്നില്ല എന്നുള്ളതും അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ കുറയാനുള്ള ഒരു റീസൺ തന്നെയാണ്. Then all economic activities are classified under 8 important sectors for the calculation of നാഷണൽ ഇൻകം അണ്ടർ 3 മെയിൻ കാറ്റഗറീസ്. ഏതൊക്കെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. നിങ്ങൾ ആ മെയിൻ സെക്ഷൻസ് എല്ലാം നിങ്ങൾ നോക്കി വെച്ചാൽ മതി കേട്ടോ. 3 എണ്ണം, 8 എണ്ണം മൊത്തത്തിലുണ്ട്. ആ 8 എണ്ണത്തിനെ 3 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേർഷ്യറി സെക്ടർ, മൊത്തം 8 എണ്ണം. പ്രൈമറി എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും നോക്കുക. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, മൈനിങ്, ക്വാറിങ് ആൻഡ് ഫിഷറീസ് ഉണ്ട്. സെക്കൻഡറി സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് മാനുഫാക്ചറിങ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ, കൺസ്ട്രക്ഷൻ. ടെർഷ്യറി പറയുമ്പോഴത്തേക്കും ട്രേഡ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ്, സർവീസസ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്കെന്ന് വെച്ചാൽ MCQ നിങ്ങളോട് ചോദിക്കാം. ഒന്ന് MCQ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പിൽ ഇതുപോലെ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കേട്ടോ. ഇതിനടുത്തേക്ക് നമുക്ക് പോകാം മക്കളെ. വാട്ട് ഡു യു മീൻ ബൈ ജോബ്ലെസ് ഗ്രോത്ത്? സെയിം സംഭവമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. റിപ്പീറ്റ് ആണ്. ജോബ്ലെസ് ഗ്രോത്ത് എന്താണെന്ന് പഠിച്ചോളണം. ദെൻ ക്യാഷലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്താണെന്ന് നോക്കിക്കോ. അതുപോലെ തന്നെയുള്ളതാണ് ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ അടക്കം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് മക്കളെ. നിങ്ങൾ പോസ് ചെയ്ത് പഠിച്ച് പോവുക. അതിനുശേഷം കൃത്യമായിട്ടൊന്ന് പറഞ്ഞു നോക്കുക. കാണാതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക. പറ്റുവാണെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി കൊണ്ട് വെച്ച് നോക്കുക കേട്ടോ. കട്ട് കോപ്പി ഒന്നും വെക്കേണ്ട കാര്യമല്ല ഞാൻ പറയണത്. എഴുതി വെച്ചോ, അത് പഠിക്കാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. ഓക്കെ, ഇതിനടുത്ത് ഡിസ്കസ് ദ മേജർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ വർക്കേഴ്സ് ഇൻ ദി ഇൻഫോർമൽ സെക്ടർ. ഇൻഫോർമൽ സെക്ടേഴ്സിൽ വർക്കേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുക. ഏതൊക്കെയാണെന്ന് നോക്കിക്കോളാം. ദെൻ ഡിഫൈൻ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് വേരിയസ് ടൈപ്സ്. കണ്ടല്ലോ, 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് മക്കളെ. അൺഎംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് നോക്കുക. അതുപോലെ തന്നെ വേരിയസ് ടൈപ്സ് 100% ഷുവർ ആണ് വന്നിരിക്കും. ഓക്കെ, എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ് പറയുന്നുണ്ട്. ദെൻ ടൈപ്സ്, ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട് മക്കളെ. അതുപോലെ തന്നെയാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് കാര്യം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ തന്നെ വേറെ പേരാണ് ഹിഡൻ അൺഎംപ്ലോയ്മെൻറ്റ്, നോക്കി വെച്ചോളാം. 3-ാമത്തെയാണ് നമ്മുടെ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. 4-ാമത്തെ പോയിന്റ് നമ്മുടെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് ആണ്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ടെക്നോളജിയിൽ അപ്ഡേഷൻ വരുമ്പോഴത്തേക്കും അത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന വർക്കേഴ്സിന് അത് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, പുറത്താക്കും. അങ്ങനെ അവരെന്തായി, അൺഎംപ്ലോയ്ഡ് ആയി. അപ്പോൾ
ടെക്നോളജിയിൽ അപ്ഗ്രേഡേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അൺഎംപ്ലോയ്ഡ് പോകുന്ന ഏരിയാസ് ആണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് കാര്യത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. ദെൻ പ്രീവിയസ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം മക്കളെ. മാർച്ച് 2020 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റ്സ് ദി വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. ഇതിനകത്ത് ഏതായിരിക്കും? ഒന്ന് വേഗം നോക്കി, ഓരോ ഓപ്ഷൻസ് കൃത്യമായിട്ട് നോക്കുക, ഓരോ ഓപ്ഷൻ നോക്കുക. അതിനകത്ത് കൃത്യമായിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും ഏതായിരിക്കും ആൻസർ വരുന്നത്. ഓപ്ഷൻ എ, ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. ഓക്കെ അല്ലേ? ദെൻ അടുത്ത സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ yes, find out the examples each for the categories self-employed, regular salaried employees and casual wage to laborers, casual wage laborers കേട്ടോ. അപ്പോൾ ആ 3 കാറ്റഗറീസ് നോക്കുക, അതിൻ്റെ ഓരോന്നിൻ്റെയും എക്സാമ്പിൾ അടക്കം നിങ്ങൾ നോക്കുക. സെൽഫ് എംപ്ലോയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എൻ്റർപ്രൈസസ് കാര്യങ്ങളൊക്കെയാണ്, സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളവരൊക്കെയാണ് സെൽഫ് എംപ്ലോയ്ഡ് എന്ന് പറയുക. റെഗുലർ സാലറി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബേസിൽ നിങ്ങൾക്ക് കൊടുക്കാം, ഓരോ ജോബിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൊടുക്കാം. ചിലപ്പോൾ ഡോക്ടേഴ്സ് കൊടുക്കാം, എഞ്ചിനീയേഴ്സ് കൊടുക്കാം, അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിവിടെ ആൻസർ കാണിച്ചു തരാം, അതേ നോക്കിക്കോ. റെഗുലർ സാലറിഡ് എംപ്ലോയീസ് പറയുമ്പോഴത്തേക്കും ടീച്ചർ, ഗവൺമെൻറ് എംപ്ലോയീസ് ഒക്കെ വരുന്നതാണ്. ക്യാഷ് വേജ് പറയുമ്പോഴത്തേക്കും ഫാർമേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് എക്സെട്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത് കേട്ടോ. ദെൻ അടുത്തത് 2021 ക്വസ്റ്റ്യൻ നോക്കിക്കോ. പേഴ്സൺസ് ഹു ഓൺ ആൻഡ് ഓപ്പറേറ്റ് ആൻ എന്റർപ്രൈസ് ടു ഏൺ ദെയർ ലൈവ്ലിഹുഡ് ഈസ് നോൺ ആസ് ഡാഷ്. ഓൺ ആൻഡ് ഓപ്പറേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് വെച്ചുള്ള ഏതായിരിക്കും? ഓപ്ഷൻ എ, സെൽഫ് എംപ്ലോയ്ഡ് ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഇതിനോട് നോക്കാം. ജൂൺ 2022 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ ജോബ്ലെസ് ഗ്രോത്ത്. കണ്ടല്ലോ, ജോബ്ലെസ് ഗ്രോത്ത് 2022 ചോദിച്ചിട്ടുണ്ട് മക്കളെ, പഠിച്ചോളൂ കേട്ടോ. ദെൻ അടുത്താണ്, ക്ലാസിഫൈ ദ ഫോളോയിങ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ടു പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ. 3 കാറ്റഗറീസ് നേരത്തെ പഠിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത്രയും തന്നിരിക്കുന്ന പോയിന്റ്സിന് എല്ലാത്തിനും നിങ്ങൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ ഏതിൽ വരും, അഗ്രികൾച്ചർ ഏതിൽ വരും, ട്രേഡ് ഏതിൽ വരും, കൺസ്ട്രക്ഷൻ ഏതിൽ വരും, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ഏതിൽ വരും. ഓരോന്ന് ഞാൻ ഇവിടെ കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. പ്രൈമറി നോക്കുക, സെക്കൻഡറി നോക്കുക, സർവീസ് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതെ പോകരുത് കേട്ടോ. ദെൻ മാർച്ച് 2023 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മക്കളെ, പ്രൈമറി സെക്ടർ ഇൻക്ലൂഡ്സ് ഡാഷ്. ഇതിനകത്ത് ഈ 4 എണ്ണത്തിൽ പ്രൈമറി സെക്ടർ വരുന്നത് ഏതായിരിക്കും എന്നാണ് ചോദിച്ചേക്കണേ. കൺസ്ട്രക്ഷൻ, ട്രേഡ്, മാനുഫാക്ചറിങ്, മൈനിങ് ആൻഡ് ക്വാറിങ്. ഏതായിരിക്കും മക്കളെ? യെസ്, മൈനിങ് ആൻഡ് ക്വാറിങ് ആണ് നമ്മുടെ പ്രൈമറി, അതായത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് നോക്കാം, റൈറ്റ് ദ സ്യൂട്ടബിൾ എക്കണോമിക് ടേം ഫോർ ദ ഫോളോയിങ്. ഓരോന്ന് നോക്കിക്കോ. ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. ഏതായിരിക്കും? നമ്മുടെ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. Then workers who own and operate an enterprise to earn their livelihood. ഏതായിരിക്കും? ഓൺ ആൻഡ് ഓപ്പറേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്, നേരത്തെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓൺ ആൻഡ് ഓപ്പറേറ്റ് പറയുമ്പോഴായിരിക്കും സെൽഫ് എംപ്ലോയ്ഡ് ആയിരിക്കും. ദെൻ പ്രോസസ് മൂവിങ് ഫ്രം ദ സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് റെഗുലർ സാലറിഡ് എംപ്ലോയ്മെന്റ് ടു കാഷ്വൽ വേജ്. ഏതായിരിക്കണം മക്കളെ? കാഷ്വലൈസേഷൻ ആണ്. ക്യാൻസൽ എന്നല്ല, കാഷ്വലൈസേഷൻ ആണ്. കാഷ്വൽ വേജ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ആണ്. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ലാസ്റ്റ് സെഷനിലേക്ക് വരികയാണ്. മാർച്ച് 2024 കഴിഞ്ഞ വർഷം വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഏറ്റവും ലാസ്റ്റ് ആണ് കേട്ടോ. ദ പ്രോസസ് ഓഫ് മൂവിങ് ഫ്രം സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് റെഗുലർ സാലറിഡ് എംപ്ലോയ്മെന്റ് ടു കാഷ്വൽ വർക്ക് ഇസ് കോൾഡ് ഡാഷ്. ഏതായിരിക്കും ഓപ്ഷൻ? ശരിക്കും നോക്കിക്കോ. അൺഎംപ്ലോയ്മെന്റ്, വേജ് എംപ്ലോയ്മെന്റ്, കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, അർബനൈസേഷൻ. ഏതായിരിക്കണം മക്കളെ? ഓപ്ഷൻ സി, കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ആൻഡ് ഇതാണ് നമ്മുടെ സെക്ഷൻസ്. അപ്പോൾ അതെ, ഇതോടുകൂടി നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 7 ചാപ്റ്റേഴ്സിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രമേ നമ്മളിപ്പോൾ ഇത്രയും പെട്ടെന്ന് എടുത്തിട്ടുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ മക്കളെ. MCQs മുതൽ ലോങ് ആൻസറിൻ്റെ 8 മാർക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന സെക്ഷൻസ് വരെ നമ്മൾ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എല്ലാം നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ട് മക്കളെ. ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പിന്നെയും എടുത്ത് പറയാണ്. സ്റ്റാർ ഇട്ട് തന്നിട്ടുണ്ട്, 100% ഷുവർ ആയിട്ടുള്ളതും തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി വെച്ചേക്കുക, വിട്ടു പോകരുത്. 80 മാർക്കിൽ 40 മാർക്ക് ഇന്ത്യൻ എക്കോണമി ആയിരിക്കും, ബാക്കി 40 മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയുടെ 40 മാർക്ക് ഇതിലൂടെ നമ്മുടെ ഈ ക്ലാസ് ഫുള്ള് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ 40 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും മക്കളെ, ഉറപ്പാണ്. പിന്നെയും പറയാണ്, 40ൽ 40 മാർക്കും ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിക്കോളും. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും നോക്കിക്കോളണം, എല്ലാ പോയിന്റ്സ് നോക്കിക്കോളാം. നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ പഠിച്ചു പോയിക്കോളണം. മാത്രമല്ല നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനായിക്കോട്ടെ, റിലേറ്റീവ്സിനായിക്കോട്ടെ, എല്ലാവർക്കും നിങ്ങളവിടെ ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്ക് എല്ലാവർക്കും കാണട്ടെ. എല്ലാവരും നല്ല മാർക്കോട് വാങ്ങിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല കോൺഫിഡൻറ്റോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് മക്കളെ. ഓൾ ദ വെരി 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 ബെസ്റ്റ്.